Thank you, sir. More power to you. More power to you. Thank you, sir. More power to you. More power to you, Surendra sir. More power to you. More power to you. താങ്ക് യു ഓൾ. നമ്മുടെ ഇന്ന് സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, ഒരിക്കൽ കൂടി നല്ല ശുഭദിനം നേരുന്നു. മോർ പവർ ടു യു ഓൾ. താങ്ക് യു. പരിപാടികൾ ആരംഭിക്കാൻ വേണ്ടി സിബത്തുള്ള സാറ് ക്ഷണിക്കുന്നു. മ്യൂട്ടാണ് സിബത്തുൽ സർ, മ്യൂട്ടാണ്. More power to you, Surendran sir, Rashid sir, all members. നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ വയനാട് സ്വദേശിയും നമുക്കെല്ലാം അറിയുന്ന, പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും വളരെ ചെറുപ്പം മുതൽ തന്നെ വളരെ അധികം പരിചയമുള്ള, അവരുടെ മാതാവാണെങ്കിലും പിതാവാണെങ്കിലും രണ്ടുപേരും വളരെയധികം ആദരവും സ്നേഹവും ഞങ്ങൾക്കൊക്കെ എല്ലാ കാലത്തും നൽകിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ അറിയപ്പെടുന്ന CK കുഞ്ഞബ്ദുള്ള ഹാജി എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം വയനാട്ടിലെ. അദ്ദേഹം അവിടെ ഒരു കാലഘട്ടത്തില് കുഞ്ഞബ്ദുള്ള ഹാജി വലിയ പ്ലാനർ ആണെങ്കിലും അധികാരിയായിരുന്നു. ആ ഒരു കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ പിതാവ് മജീദ് ക, പിന്നെ അവരുടെ മാതാവ് സൽമത്ത, അസ്മത്ത, ഇവരൊക്കെ എന്റെ സിസ്റ്ററുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് അവരുടെ വീട്. അവരുടെ വലിയ ഒരു 100ഓളം വരുന്ന ഏക്കർ വരുന്ന ഒരു വലിയ പ്ലാന്റേഷന്റെ ഉടമകളായിരുന്നു അക്കാലത്ത് തന്നെ. അവിടെയാണ് നമ്മുടെ ബഹുമാന്യനായ, ഇപ്പോൾ നമ്മൾ മൂരിക്കാപ്പ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ ആയിട്ടുള്ള നിതിൻ തസ്നീമിന്റെ ഒരു വരവ്. അദ്ദേഹത്തിന്റെ ആ ഒരു വരവെന്ന് പറയുന്നത് മലബാർ ഗോൾഡിലൂടെ മാത്രമല്ല, അദ്ദേഹം വിദേശത്ത് ജോലിക്ക്, അതിനുശേഷം പിന്നീട് മലബാർ ഗോൾഡിലേക്ക് വളരെ പൊസിഷനിൽ വരുന്നതും, അതിനുശേഷം മലബാർ ഗോൾഡിന്റെ വലിയൊരു ഉയർച്ച, അതിനുശേഷം അദ്ദേഹം സ്വന്തമായി ചിന്തിച്ചെടുത്ത ഒരു രീതിയിലുള്ള ഒരു സംവിധാനമാണ്. ആ സംവിധാനമാണ് മൂരിക്കാപ്പ് എന്ന് പറയുന്ന ഈ സ്ഥാപനം. ഒരു എന്താ പറയാ, സ്വിറ്റ്സർലാൻഡിന്റെ അവിടെ പോയവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് സമാനമായ രീതിയിൽ അന്നത്തെ കാലത്ത്, ആ സമയത്ത് ഒരു യുവാവ് ഇതിന് മുന്നിട്ടിറങ്ങുകയും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും അത് വലിയ വിജയമാവുകയും, പിന്നീട് സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് ഒരു ലോഡ്സ് 83 എന്ന് പറയുന്ന ഒരു സ്ഥാപനം മീനങ്ങാടിയിൽ, അത് കപിൽ ദേവാണ് ഉദ്ഘാടനം ചെയ്തത്. ഒരു വേറിട്ടൊരു മിഷനും ഉള്ളൊരു ചെറുപ്പക്കാരൻ വയനാട്ടിൽ നിന്ന് പിറവിയെടുക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഓരോ പ്രോഗ്രാമുകളും വൻ വിജയമായി മാറുന്നു. അങ്ങനെ കരാമയില് ആദ്യത്തെ ജ്വല്ലറി ഗ്രൂപ്പ് തുടങ്ങുന്നു. അവിടെ 6ഓളം ബ്രാഞ്ചുകൾ വലിയ രീതിയിൽ നടത്തുന്നു. പിന്നെ 7ാമത്തെ ബ്രാഞ്ച് കോഴിക്കോട്ടേക്ക്, ഇപ്പൊ മാവൂർ റോട്ടില് അതിന്റെ പണികളൊക്കെ പൂർത്തിയായി അടുത്ത ദിവസം തന്നെ അത് ഉദ്ഘാടനം ചെയ്യും. ഒരു 2032 ആവുമ്പോഴേക്കും ഒരു 100 ബ്രാഞ്ചുകൾ ജ്വല്ലറി രംഗത്ത് തുറക്കാനുള്ള ഒരു വലിയ വിഷനോട് കൂടിയിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ, എത്രയോ തിരക്ക് പിടിച്ച ഒരു യുവാവാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കോഴിക്കോട് ഒരു പ്രോഗ്രാമിന്, ഒരു വലിയ ഗ്രൂപ്പിന്റെ ഒരു പ്രോഗ്രാമിൽ വെച്ച് അദ്ദേഹത്തെ കാണുകയുണ്ടായി. പക്ഷെ അവിടെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് സ്റ്റേജിലൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിയൊരു മതിപ്പൊരു ഭാവി വളരെ വളരെ പ്ലാനിങ് ആയിട്ട് നീങ്ങുന്ന അദ്ദേഹത്തിന്റെ ഓരോ സംസാരങ്ങളും ആ രീതിയിലാണല്ലോ എന്നുള്ളതൊക്കെ ഞാൻ അവിടെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതൊക്കെ ഒരു വലിയൊരു നേട്ടം തന്നെയാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. ഏതായിരുന്നാലും ഞാൻ അവരുടെ മാതാപിതാക്കൾക്ക് ആദ്യം തന്നെ ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. ഒപ്പം തന്നെ തസ്ലീമിനും, നമ്മുടെ ഈ ഒരു
പിന്നെ നിഷിൻ തസ്ലീം നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ ദുബായിൽ നിന്ന് ഈ ഒരു ടൈമിൽ നമ്മളോട് ജോയിൻ ചെയ്യാൻ പിന്നെ തയ്യാറായ അദ്ദേഹത്തിന് കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്നു, അത് നിങ്ങൾ നാട്ടിൽ വരികയാണെങ്കിൽ, ഇന്നലെ കോഴിക്കോട് വരുമെന്നാണ് എന്നോട് അറിയിച്ചിരുന്നത്, പക്ഷെ അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല എന്നുള്ള എനിക്ക് തോന്നുന്നത്, കാരണം ബിസിനസ് തിരക്കിന്റെ ഇടയിൽ. ഏതായിരുന്നാലും വളരെ സന്തോഷകരമായ സംഗതിയാണ്. അദ്ദേഹത്തിന് നമ്മുടെ എങ്ങനെയാണ് ഒരു എനർജൈസസ് ഹബിന്റെ ഒരു പ്രോഗ്രാം എന്നുള്ളത് കൃത്യമായ രീതിയിൽ ഒരു ചെറിയ രീതിയിലൊക്കെ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഡോക്ടർ CK റാഷിദ് സാർ ആഗോള പ്രചാരകനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു കാൽവെപ്പ് നമ്മളൊക്കെ എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്, അത് എത്രമാത്രം നമ്മുടെ മനസ്സിനെയൊക്കെ ശക്തി വർദ്ധിപ്പിക്കാൻ നമുക്ക് കാരണമായിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയൊരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിലെ പോസിറ്റീവ് എനർജി നമുക്ക് ഓരോരുത്തർക്കും ക്യാച്ച് ചെയ്യാം. അത് ഇന്ന് രാവിലെ തന്നെ സുരേന്ദ്രൻ സാറിലൂടെ നമ്മൾ അത് കണ്ടു, നിങ്ങളും അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വരുന്നു. ഏതായാലും ഈ ഒരു അവസരത്തിൽ നിങ്ങളെ ഈ ഒരു ഫ്ലോറിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ബഹുമാന്യനായ നമ്മുടെ ചെയർമാൻ സൈനുദ്ദീൻ മാറഞ്ചേരി സാറിനും ഈ ഫ്ലോറിലേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ആഗോള പ്രചാരകനായ നമ്മുടെ ഡോക്ടർ CK റാഷിദ് സാർ, അദ്ദേഹം നിരവധി പ്രോഗ്രാമുകളാണ് നമുക്ക് വേണ്ടി രാവിലെ എല്ലാ ദിവസവും 7 മണി മുതൽ ഒരു ഫ്രീ സെഷനായിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയും. അതേപോലെ തന്നെ നമ്മുടെ പിന്നെ കൺവീനർ നമ്മുടെ ഫൈസൽ കൊയിൽത്തൊടി അവരെയും, അതേപോലെ തന്നെ നമ്മുടെ മൈത്രി മാക്കുൽ സാർ, NK അബ്ദുൽ അസീസ് സാർ, ഒപ്പം തന്നെ നമ്മുടെ അഷഫ് സാർ, പിന്നെ ജമീല ടീച്ചർ, സീനത്ത് മാം, റംല മാം, മറ്റ് ഒരുപാട് ആളുകളെ പേരെടുത്ത് പ്രത്യേകം പറയേണ്ടതുണ്ട്. പക്ഷെ ഈ ഫ്ലോറിൽ സമയമില്ലാത്തത് കൊണ്ട് നമ്മളത് വളരെ പിന്നെ ചുരുക്കി പറയുന്നു. ഒപ്പം തന്നെ എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ട് ഈ ഒരു അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിന് വേണ്ടി പിന്നെ മാറഞ്ചേരി സാറിനെ ക്ഷണിക്കുന്നതിന് മുമ്പായി ഈ ഒരു ഫ്ലോറിൽ ഈ ഒരു കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആഗോള പ്രചാരകനായ നമ്മുടെ CK റാഷിദ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഓക്കെ, താങ്ക് യു സിബുത്തുൽ സർ, മോർ പവർ ടു യു. നിഷിൻ സർ, മോർ പവർ ടു യു. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ ഈ ഒരു പ്രഭാതം ഞങ്ങളുടെ കൂടെ ചെലവഴിക്കുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ ഒരു യാത്ര ഞങ്ങൾ തുടങ്ങിയിട്ട് 752ാമത്തെ ദിവസമാണ് സാറിന് ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ഈ യാത്ര തുടർന്നത് കൊണ്ടാണ് എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ഞങ്ങളിങ്ങനെ ഒത്തുചേരും. നമ്മൾ മനഃശക്തി വർദ്ധിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു കൂട്ടായ്മ യാദൃശികമായിട്ട് രൂപപ്പെട്ടു വന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിഷിൻ സാറിനെ പോലെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള, വിജയം നേടിയെടുത്തിട്ടുള്ള, മനഃശക്തി ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ നേട്ടം കൈവരിച്ചിട്ടുള്ള ആളുകളൊക്കെ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങളത് റിസീവ് ചെയ്യാനുള്ള മനസ്സോടു കൂടിയാണ് ഇരിക്കുന്നത്. കാരണം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതിന്റെ യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങളത് പകർത്തി നിങ്ങളുടെ ജീവിതത്തിൽ അത് നേടിയെടുത്തതിന്റെ സ്റ്റോറി കേൾക്കുമ്പോൾ ധാരാളം ആളുകൾക്ക് അവരുടെ സ്വപ്നങ്ങൾ വലുതാക്കാനും അവർക്ക് ജീവിതത്തിൽ പലതും നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്ന സെഷൻസുകളാണ് ഈ 2 വർഷത്തെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് എക്സ്പേർട്ട് ടോക്ക് എന്ന സെഷനിലൂടെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സാറ് വളർന്നു വന്ന വഴികൾ, സാറുടെ ആ സ്വപ്നങ്ങൾ, സാറുടെ ചിന്തകൾ വികസിച്ചത്, സാറുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്, ആ വഴിയിൽ നിങ്ങൾ ഏറ്റിട്ടുള്ള പ്രശ്നങ്ങൾ, പരാജയങ്ങൾ, അതിനെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് മറികടന്നത് എന്നതൊക്കെ ഞങ്ങൾ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇത് തീർച്ചയായിട്ടും നിങ്ങൾ റിസീവ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ആണ് മുന്നിൽ ഇരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സ് തുറന്ന് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അത് സഹായകരമായിട്ട് മാറും എന്നുള്ളതാണ്. ഞാൻ സാറിന്റെ ഇന്റർവ്യൂ ഒക്കെ കണ്ടപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ വിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള, ബോൾഡ് ആയിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും സാറെ പോലുള്ള ആളുകൾ ഞങ്ങളുടെ സൊസൈറ്റിയിൽ മൊത്തത്തിൽ തന്നെയും പ്രചോദനമായി മാറുന്ന രീതിയിൽ വളരുന്നു എന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് സൈക്കോളജിക്കൽ പാർക്ക് എന്ന് പറയുന്ന ഒരു ആശയം, അതായത് ലോകത്തിൽ നിന്ന് ആളുകൾ സന്തോഷത്തെ തേടിക്കൊണ്ട് ഒരിടത്തേക്ക് വരാം, അവിടെ വന്ന് ആളുകൾക്ക് വിവിധ തരത്തിലുള്ള പ്രോസസ്സുകളിലൂടെ അവർക്ക് ഹാപ്പിനെസ്സും സന്തോഷവും ജീവിതത്തിന്റെ അർത്ഥങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൈക്കോളജിക്കൽ പാർക്ക് എന്ന് പറയുന്ന ഒരു ആശയം ഞങ്ങൾക്ക് ഉള്ളിലുണ്ട്. അപ്പൊ സാറ് റിസോർട്ട് രംഗത്ത് അതികായകനാണ്. അപ്പം ഒരു പക്ഷേ
ദൈവം തമ്പുരാൻ നമ്മളെ കണക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു പ്രോസസ്സ് വെച്ചതായിരിക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഈ യാത്രയിൽ നമുക്ക് ഒന്നിച്ചു മുന്നോട്ട് പോകാം. എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിഷിൻ സാറിന് സംസാരിക്കാനായിട്ട് ഹാർദപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു വെരി മച്ച്. മോർ പവർ ടു യു. താങ്ക് യു. അപ്പോ എന്തായാലും നമുക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വളരെ ഇന്നലെ രാവിലെ ഞാനൊരു തിരക്കുള്ള യാത്രയിലായിരുന്നു സുഹൃത്തുക്കളൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോ ഞാൻ പെട്ടെന്ന് ഫോണ് അദ്ദേഹം വിളിച്ചോണ്ട് ഞാൻ എന്താണ് പെട്ടെന്ന് കണക്ട് ചെയ്ത് അത് ഞാൻ എൻ്റെ ഓഫീസായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല. എന്താണ് മീറ്റിംഗിന്റെ പേർപ്പസ് എന്താണെന്ന് അറിയുന്നില്ല. അപ്പൊ 7:30 എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ 7:30 എന്റെ ചെറിയൊരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആയിപ്പോയി. 7:30 എന്ന് പറയുമ്പോൾ 9 o'clock ആണല്ലോ. നേരെ തിരിച്ചിട്ടാണ് ഞാൻ എപ്പോഴും കണക്കൂട്ടല്. അപ്പൊ സമയം ഇവിടെ 5:30 മണിയായിട്ടേ ഉള്ളൂ. അപ്പോ എന്തായാലും വളരെ സന്തോഷം ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചതിനും എന്താണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടുന്നതിലും എന്താണ് വളരെ സന്തോഷമുണ്ട്. ആദ്യമായിട്ട് നിങ്ങളെ സ്ലോഗൻ പോലെ എല്ലാവർക്കും മോർ പവർ ടു യു ഓൾ. അപ്പൊ എന്താണ് എല്ലാവർക്കും ഒരു പവർഫുൾ ആയി നിൽക്കട്ടെ എന്നുള്ളതാണ് ആ സ്ലോഗൻ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും പവർഫുൾ ആവട്ടെ എന്നുള്ളതാണ്. അപ്പൊ എനിക്കറിയില്ല ഇതിന്റെ സമയം എത്രയാണ് അനുവദിച്ചത്. അതിനനുസരിച്ചിട്ട് ഞാൻ എന്താണ് ചെറുതായിട്ട് പറയാം, വലുതാക്കി പറയാം. യൂഷ്വലി നിങ്ങൾ ടൈമിംഗ് എത്രയാണെന്ന് ഞാൻ അറിയില്ല. സാർക്കൊരു ഹാഫ് ആൻ അവർ സംസാരിക്കുകയും പിന്നീട് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഒരു തീർച്ചയായും. അപ്പൊ ഞാൻ ക്വിക്കായിട്ട് പറയാം. ഒരു 1 hour നമുക്ക്. അതെ. അപ്പൊ ഞാൻ എൻ്റെ ഒരു യാത്ര പറയാനാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഞാൻ എവിടുന്നാണ് തുടങ്ങിയത്. ഓൾറെഡി ഒരു ബ്രീഫ് സുഹൃത്തുക്കളൊക്കെ തന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫാമിലിയിൽ ഈ ഒരു കുടുംബത്തിലും ഈ ഒരു ആ ഒരു സമൂഹത്തിലെ ആ ഒരു വില്ലേജിലും ജനിക്കാൻ സാധിച്ചതിൽ എന്താണ് വളരെ സന്തോഷമുണ്ട്. എൻ്റെ നാട്ടിലും എൻ്റെ വീട്ടുകാർക്കും എന്താണ് ഞാൻ ആദ്യമായിട്ട് ആ ഒരു അവസരമാണ്, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയ അവസരമായിട്ട് ഞാൻ കണക്കുകൂട്ടുന്നത്. അപ്പൊ ഇതിന്റെ പേര് കുറെ ആളുകളുണ്ട്, 100 ആളുകളുണ്ട്, 150 ആളുകളുണ്ട് എന്ന് തോന്നുന്നു. എന്റെ പേര് നിഷിൻ തസ്ലിം. എന്റെ പേര് നിഷിൻ തസ്ലിം. ഞാൻ സ്ഥലം വയനാടാണ്. വയനാട് പിണങ്ങോട് മുറിക്കാപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാൻ വളർന്നത്. ഞാൻ ജനിച്ചത് കൂർഗിലാണ്. എൻ്റെ ഉമ്മ ഒരു അറബിക് ടീച്ചറായിരുന്നു. അവര് തലശ്ശേരിയാണ് ബേസിക്കലി. തലശ്ശേരി പുന്നോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവരെ ബിസിനസ് ആവശ്യാർത്ഥം എന്താണ് കൂർഗിലേക്ക് മാറി താമസിച്ചാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ, മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ വന്നിട്ട് ഹോട്ടൽ ബിസിനസ്സിലായിരുന്നു. ഹോട്ടലിന്റെ പേര് പാരഡൈസ് ഹോട്ടൽ എന്നുള്ള ഹോട്ടലായിരുന്നു. ചിന്താപുരം വളരെ മനോഹരമായ സ്ഥലമാണ് കൂർഗ്. പല ആളുകളും വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ മനോഹരമായ നാട്ടിലാണ് ജനിക്കാൻ സാധിച്ചതിൽ. കശ്മീർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും സൗന്ദര്യം കൂടുതലുള്ള ആളുകൾ ജനിക്കുന്ന സ്ഥലമാണ് കൂർഗ് എന്നാണ് അറിയപ്പെടുന്നത്, സുന്ദരികൾ. അപ്പോ ഇത്തരം ഒരു എനർജൈസ് ആയിട്ടുള്ളതും ഒരു പവർഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് ജനിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ജനനം കർണാടകയിലാണെങ്കിലും വളർന്നത്, കാരണം കേരളക്കാരൻ തന്നെ, ബേസ് കേരളം തന്നെയാണ്. പക്ഷെ ഞങ്ങൾ ബിസിനസ് ആവശ്യാർത്ഥം അവിടെ മാറിയതുകൊണ്ട് ഉമ്മാന്റെ വീട്ടിൽ പ്രസവിക്കാൻ പോയതുകൊണ്ട് അവിടെ ജനിച്ചെന്നുള്ളൂ. അവിടെ അവരെ ബിസിനസ്, എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ ബിസിനസ് ആയിരുന്നു. ഹോട്ടൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അവരൊരു എന്റർപ്രണർഷിപ്പ് ഉള്ള ആളുകളായിരുന്നു. അങ്ങനെ അവർ ഡെവലപ്പ് ചെയ്ത് അവിടെ പ്ലാന്റേഷൻ ആയി. ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ, അങ്ങനെ വിവിധ ഡൈവേഴ്സിഫൈ ആയിട്ടുള്ള ബിസിനസ്സിലുള്ള ആ നാട്ടുപ്രദേശത്തുള്ള ഒരു ബിസിനസ്. അന്നത്തെ കാലഘട്ടം 1983 ആണ് ഞാൻ ബോൺ. എന്നെക്കാട്ടി കൂടുതൽ പ്രായമുള്ള ആളുകളാണ് ഇതിലുള്ളതെന്ന് തോന്നുന്നു. കുറെ എന്നെക്കാട്ടിയും എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഇതിൽ, അനുഭവ സമ്പത്തുള്ള ആളുകളാണ് ഈ പാർട്ടിസിപ്പേറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു ചെറിയ വയസ്സുള്ള ആളാണ്. 43 വയസ്സാണെങ്കിൽ ഈ ഗ്രൂപ്പിൽ ഞാൻ ചെറുതാണെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇൻട്രൊഡക്ഷന്, എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇൻട്രൊഡക്ഷന്, എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ സ്ഥലം കോഴിക്കോടാണ്. കോഴിക്കോട് നരിക്കുനിയിൽ നിന്ന് 1800കളുടെ അവസാനത്തിൽ ബിസിനസ് ആവശ്യാർത്ഥം എന്താണ് അവരും വയനാട്ടിലേക്ക് മാറിയതാണ്. കൽപ്പറ്റ അതുപോലെ തന്നെ എന്താണ് ആ ഭാഗത്തുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അവരെ 3 മക്കളുള്ള അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ അതിൽ നടുത്ത ആളാണ്.
എല്ലാവരും വളരെ ബിസിനസ്സിൽ വളരെ കോമ്പീറ്റ് ചെയ്യുന്ന 3 ബ്രദേഴ്സ് ആയിരുന്നു. മൂന്നാളുകളുടെ എന്താണ് രീതിയിലുള്ള മത്സരാർത്ഥം, അതെ, ലൈക്ക് ഹെൽത്തി കോമ്പറ്റീഷനിലൂടെ അവര് വളർന്ന് അവർ കോമ്പീറ്റ് ചെയ്ത് ഒരു ബിസിനസ് സാമ്രാജ്യവും അതിൽ നാട്ടിൽ ഉപകാരപ്പെടുന്നതും ഒരുപാട് പ്രവർത്തനങ്ങളും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത നമ്മളെ ഗ്രാൻഡ് ഫാദേഴ്സ് ആണ് നമ്മളെ യഥാർത്ഥത്തിലുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്നൊക്കെയാണ് എൻ്റെ ഒരു ബിസിനസ്സിലേക്കുള്ള ഈ യാത്ര ഞാൻ തുടങ്ങുന്നത്. ഈ കണ്ട കാഴ്ചകളും ഈ കണ്ട അനുഭവങ്ങളും എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഉമ്മാന്റെ കൈ പിടിച്ച് പോന്ന് ഹോട്ടലിൽ പോന്ന് ആ ഹോട്ടൽ ബിസിനസ് കാണുന്നു. അപ്പൊ എൻ്റെ യഥാർത്ഥത്തിൽ എൻ്റെ ഒരു യാത്രയിൽ ഏറ്റവും എൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലവും ഞാൻ കണ്ട കാഴ്ചകളുമാണ്. അപ്പൊ വയനാട്ടിൽ നിന്ന് കൂർഗിലേക്ക് വെക്കേഷനിലാണ് പോവുക. വെക്കേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ചുറ്റിലും കാണുന്ന കാഴ്ചകൾ അതിമനോഹരമായ കാഴ്ചകളാണ്. ഒരു ഡിഫറെന്റ് എക്സ്പോഷറാണ്. ലൈക്ക് ഞങ്ങൾ വയനാട് നിന്ന് കൂർഗിലേക്ക് കുട്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ എൻട്രി ചെയ്ത് കാറിൽ പോകുമ്പോൾ അതിന് സൈഡിൽ അതിമനോഹരമായ കോഫി പ്ലാന്റേഷൻ ആണെങ്കിലും കുറച്ചുകൂടി ഒരു ഇംഗ്ലീഷ് കൾച്ചർ കൂടി ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് കൂർഗ്. ആ ഒരു മാനറിസവും അതുപോലെ തന്നെ എന്താണ് അപ്പൊ അവിടെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ കുറെ ആളുകൾ ഷൂട്ട് കേരളത്തിൽ പോലെയല്ല, കുറച്ചും കൂടി എന്താണ് എനർജൈസും പവർഫുൾ ആയിട്ട് എന്താണ് വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് നമുക്ക് കാണുക. അവരുടെ കോൺഫിഡൻസ് ലെവൽ ഡിഫറെന്റ് ആണ്, അവരുടെ ലാംഗ്വേജ് ഡിഫറെന്റ് ആണ്, കൾച്ചർ ഡിഫറെന്റ് ആണ്. നമ്മളത് മോശമായിട്ടല്ല, കുറച്ചും കൂടി എന്താണ് പോളിഷ്ഡ് ആയിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ ഒരുപാട് മനോഹരമായിട്ടുള്ള എസ്റ്റേറ്റുകളുമാണ് കാഴ്ചകൾ. അപ്പൊ വളരെ ദൂരമുണ്ട്, ഏകദേശം 3 മണിക്കൂർ യാത്ര ചെയ്യണം ഉമ്മാന്റെ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. എല്ലാ വെക്കേഷനും അവിടെയാണ്. ഒരു കാപ്പിത്തോട്ടത്തിന്റെ ഉള്ളിൽ ഒരു ബംഗ്ലാവിന്റെ ഉള്ളിലാണ് താമസം. വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്ലേസ് ആണ്. പക്ഷെ അതൊരു നല്ലൊരു അനുഭവവും നല്ലൊരു റിലാക്സും എന്താണ് അവിടെയുള്ള കൊച്ചു കാര്യങ്ങളൊക്കെ കാണുകയാണ്. നമ്മൾ ചുറ്റിലും കാണുന്നത് ടാറ്റ എസ്റ്റേറ്റ് ആണ് നമ്മൾ അധികം ഉണ്ടാവുക. ഗോൾഫ് ഗ്രൗണ്ട്, ടാറ്റ എസ്റ്റേറ്റ്. അപ്പൊ അങ്ങനെ ഒരു ബ്രാൻഡ് നമ്മൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ കുറച്ചും കൂടി എന്താണ് എഡ്യൂക്കേഷന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ടേബിളിൽ എന്താണ് ഒരുപാട് ജോലിക്കാർ വരുന്നുണ്ട്, അവർക്ക് ബോണസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എസ്റ്റേറ്റ് റൂൾസ്, എസ്റ്റേറ്റ് ആക്ട്സ് ഒക്കെ എന്താണ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് കൂടിയാണ് കൂർഗ്. ഒരു വലിയ പ്ലാന്റേഷൻ ആയതുകൊണ്ട് ഗ്രാൻഡ് ഫാദർ ഒരുപാട് ഷെയർസ് അന്ന് ഷെയർസിനെ കുറിച്ചിട്ട് ആർക്കും അറിയില്ല. അന്ന് എന്താണ് ടാറ്റന്റെ ബോർഡ് ഞാൻ കാണുന്നുണ്ട്, ടാറ്റ എസ്റ്റേറ്റ്. വീട്ടിലെത്തുമ്പോൾ ടാറ്റ ഷെയർസ്, ആ ഷെയർസിന്റെ സർട്ടിഫിക്കറ്റ് അവിടെ ഉണ്ട്. അപ്പൊ എനിക്ക് അതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. ഞാൻ എൻ്റെ കണ്ട കാഴ്ചകളാണ്. അപ്പം ഒരു ബ്രാൻഡുമായിട്ട് എന്താണ് ഒരു ടാറ്റ ബ്രാൻഡിനെ കുറിച്ചിട്ട് ഞങ്ങൾ അറിയാനും മനസ്സിലാക്കാനും എന്താണ് അത് നമ്മളെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നൊരു ബ്രാൻഡാണ്. അപ്പൊ വളരെ അടുത്തൊരു സീരീസ് ഇറങ്ങിയിട്ടുണ്ട് ടാറ്റന്റെ ആമസോണില്, പ്രൈമില്. വളരെ മനോഹരമായിട്ടുള്ള രത്തൻ ടാറ്റന്റെ ഒരു സ്റ്റോറി കൂടിയാണ് എങ്ങനെയാണ് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നുള്ളത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു ചെറിയ രീതിയിൽ ഒരു ബ്രാൻഡ് എന്നൊക്കെ പറയുന്നത് പണ്ട് തറവാട് എന്നൊക്കെ പറയുന്നതാണ് ശരിക്കും ബ്രാൻഡ് എന്ന് പറയുന്നത്. ഒരാൾ ഉണ്ടാക്കി വെച്ച സാധനമാണ്. ഒരുപാട് എൻ്റെ കുട്ടിക്കാലങ്ങളിൽ ഞാൻ ഇതിനെക്കുറിച്ച് കാണുകയും ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യും, അതൊരു ഇൻസ്പിറേഷനായി മാറുകയും. ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ആ വീട്ടുകാർക്കൊക്കെ എന്താണ് കുറച്ചും കൂടി എന്താണ് ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രൊഫഷണലായിട്ട് അവർ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന രീതികളാണ് ഞാൻ കണ്ടത്. എനിക്കൊന്നും തോന്നുന്നു ഞാൻ പറയുന്നത് സിബത്തുള്ളാക്ക് കണക്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു. എന്നെക്കാട്ടിയും ഞാൻ ചൈൽഡ്ഹുഡിൽ കണ്ട കാര്യമാണ്. അപ്പം മുപ്പത് ഏകദേശം എപ്പോഴും വരുമ്പോഴൊക്കെ ഞാൻ കൈ പിടിച്ചിങ്ങനെ നടക്കുന്നതാണ്. എൻ്റെ വീടിന്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് വരിക. അപ്പൊ എൻ്റെ ഫാദറിന്റെ ബ്രദറിന്റെ വൈഫിന്റെ ഫാമിലിയിലാണ് സിബത്തുള്ളൊക്കെ. വയനാട് ഒരു ചെറിയ ഗ്രാമമാണ്, മനോഹരമായിട്ടുള്ള ഒരു മുറിക്കാപ്പ് എന്ന സ്ഥലമാണ്. ഞാൻ പഠിച്ചതൊക്കെ കോഴിക്കോടാണ്. കോഴിക്കോട് ഉമ്മ അറബിക് ടീച്ചർ ആയതുകൊണ്ട് തന്നെ എന്താണ് മതപഠനവും കൂടി ഇതിന്റെ ഒപ്പം പോകണം എന്നുള്ള നിലക്ക് എന്താണ് കാലിക്കറ്റ് ഇസ്ലാമിക് റെസിഡൻഷ്യൽ ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്, മാത്തറ. ശേഷം ഞാൻ എൻ്റെ കോളേജ് ചെയ്യുന്നത് വയനാട്ടിൽ തന്നെയാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള സെന്റ് മേരീസ് കോളേജിൽ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഞാനൊരു ബിസിനസ്സുകാരനാവാൻ വേണ്ടി തുടങ്ങിയതല്ല. എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് ക്രിക്കറ്റാണ്. ഞാൻ ക്രിക്കറ്റ് നന്നായി കളിക്കുന്ന ആളായിരുന്നു. അപ്പൊ ആ ക്രിക്കറ്റ് ഏറ്റവും നല്ല പ്രൊമോട്ട് ചെയ്യുന്ന കോളേജ് ഒന്ന് ഫറൂഖ് കോളേജ്. ഞാൻ വയനാട് സ്വദേശി ആയതുകൊണ്ട് എന്താണ് ആ ക്രിക്കറ്റിന്റെ കോട്ടയിലാണ് എനിക്ക് എന്ത് ചെയ്യുന്നത് അവിടെ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പൊ ക്രിക്കറ്റ് എൻ്റെ ലൈഫിൽ ഒരുപാട് നോളജ്, ഞാൻ പഠിക്കാൻ അത്ര മിടുക്കുള്ള ആളെന്നുള്ള ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു.
എൻ്റെ ഫാമിലി എല്ലാവരും എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കളിച്ചെടുക്കുന്നതുകൊണ്ട് എൻ്റെ സ്കോർ കുറവാണെന്നില്ല. അങ്ങനെ ഞാനാണ് ബാക്കി എല്ലാവരും ഒന്ന് സയൻസും മറ്റ് വിഷയങ്ങളായിരുന്നു. ഫാമിലിയിൽ അധികം ആൾക്കാർ എൻ്റെ പ്രായത്തിലുള്ള ആളുകൾ എല്ലാവരും എഞ്ചിനീയേഴ്സും എന്താണ് ഡോക്ടേഴ്സ് ഒക്കെ ആണ് അധികം ആളുകൾ. അപ്പൊ ഞാൻ ചൂസ് ചെയ്തത് എനിക്ക് കളിക്കേണ്ടി വന്നുകൊണ്ട് ഞാൻ അത് കൊമേഴ്സ് ചൂസ് ചെയ്തതെന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കോളേജിൽ ആ ഒരു അഡ്മിഷനിലോട് കൂടിയിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് ബിസിനസ് അക്കാഡമിക് നോളജിലേക്ക് ഞാൻ ഇറങ്ങുന്നത്. ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഒരുപാട് പുതിയ കാര്യങ്ങൾ പറയാൻ സാധിച്ചു. അതെല്ലാം ഞങ്ങളെ ഫാദറും ഗ്രാൻഡ് ഫാദറും ഒക്കെ ചെയ്യുന്ന ബിസിനസ്സായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കാൻ പറ്റി. ഞാൻ കണ്ട കാഴ്ചകളും ടാറ്റേന്റെ കേസ് സ്റ്റഡിയും അതുപോലെ തന്നെ ഒരുപാട് കേസ് സ്റ്റഡീസിലൊക്കെ എന്താണ് നമ്മളെ വിവിധ ആളുകളെ പരിചയപ്പെടാനും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റായി. ഇനീഷ്യലി എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് ചേർന്നതാണ്. പിന്നീട് അത് ജീവിതത്തിൽ ഒരുപാട് കണക്റ്റഡ് ആയി. പിന്നെ വയനാട്ടിൽ തന്നെ ഒരു പ്രമുഖ ബിസിനസ്സാണ് തായി ഗ്രൂപ്പ്. തായി ഗ്രൂപ്പിന്റെ കൂടെ എന്താണ് അവരെ തായി ഗ്രൂപ്പിന്റെ അറിയായിരിക്കും. തായി ഗ്രൂപ്പ് തായിന്റെ സോപ്പ് മാനുഫാക്ചറിങ് ഉണ്ട്. അങ്ങനെ അവരെ ഒരു കമ്പനിയിൽ എന്താണ് സാധാരണ രീതിയിൽ വയനാട്ടിലൊക്കെ അങ്ങനെ ഈ എസ്റ്റേറ്റ് അല്ലാതെ മറ്റ് ബിസിനസ് സംരംഭകരൊന്നുമില്ല. അതിലുള്ള ഒരു പ്രമുഖ സംരംഭകരാണ് താഹിർ ഫ്രം സുൽത്താൻ ബത്തേരി. അദ്ദേഹത്തിന്റെ വലിയ ഫാക്ടറിയിൽ എന്താണ് ബിസിനസിനെ കുറിച്ചിട്ട് അവിടെയുള്ള ഒരു സുബൈർ എന്ന് പറഞ്ഞ ഒരാള് ആണ് നമ്മൾ ബിസിനസിന്റെ ട്രെയിൻ ചെയ്യുന്നത്. ഇന്റേൺഷിപ്പ് അവിടെയാണ് ചെയ്തത്. ഒരുപാട് ബിസിനസ്സിലുള്ള സാധ്യതകളും അദ്ദേഹത്തിന്റെ ഒരു എന്താണ് ഗൈഡ് ലൈൻസിലൂടെ എന്താണ് ബിസിനസ്, എങ്ങനെയാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന വിഷയങ്ങൾ, പ്രൊഡക്ഷൻ മാനേജ്മെന്റും എങ്ങനെയാണ് പ്രൊഡക്ഷൻ എങ്ങനെ മാനേജ് ചെയ്യാനുള്ള സബ്ജക്റ്റ് ഒക്കെ എന്താണ് ആ നോളജൊക്കെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് എനിക്ക് കിട്ടുന്നത്. പിന്നീട് ഈ ഒരു സബ്ജക്റ്റിനോട് ക്രിക്കറ്റും ഒരുപാട് മാനേജ്മെന്റ് തിയറീസ് ആണ്. ഞാൻ എൻ്റെ കളിയിൽ ഞാൻ കുറെ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഒരുപാട് സൈക്കോളജി, അതേപോലെ തന്നെ സൈക്കോളജി എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുക, എങ്ങനെയാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. അവരെ പവർഫുൾ എന്താണ് ആ പവർ എടുത്തിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക, എങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുക, വാട്ട് ആർ ദ സ്ട്രാറ്റജീസ്. അപ്പോൾ ഡിഫറെന്റ് പ്രിൻസിപ്പിൾസും അതിന്റെ സയൻസ് പഠിക്കുമ്പോണ്ടാവുന്നത് മറ്റുള്ളവരൊക്കെ സയൻസ് പഠിക്കുന്നതാണെങ്കിലും ഈ ബിസിനസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് സയൻസ് ആണ്. കച്ചവടക്കാരൻ എന്ന ഭാഷയിലുപരി ബിസിനസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ സയൻസ്. ആ സയൻസ് പഠിക്കാനുള്ള അവസരം കിട്ടി. ആ സയൻസും ബിസിനസ്സായിട്ട് കണക്ട് ചെയ്യാനുള്ള എന്താണ് ചിന്തിക്കാനും അതിലൂടെ എന്താണ് ആ ഒരു സയന്റിഫിക് ആയിട്ട് ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റോട് വന്നു. അങ്ങനെ അന്നത്തെ കാലത്തൊക്കെ എല്ലാവരും ഗൾഫിലേക്ക് പറഞ്ഞേക്കാണ് ചെയ്യുക. അപ്പൊ എൻ്റെ ഫാദറും ഞാൻ എന്താണ് ചെറുപ്പം മുതൽ എൻ്റെ ബാക്കി രണ്ട് ബ്രദേഴ്സിനെക്കാട്ടിയും പഠിക്കാൻ അത്ര പോരാത്തതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗൾഫിൽ പോയിട്ട് ഒരു ജോലി വാങ്ങാനുള്ളത്. അപ്പൊ ഞാൻ എൻ്റെ വാശിപ്പുറത്ത് ഉമ്മാന്റെ സഹായത്തോട് കൂടിയിട്ട് ഉമ്മാനോട് പറഞ്ഞ് എനിക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആവാനാണ് ആഗ്രഹം. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും എന്താണ് ഞാൻ ഇതിന്റെ ഉപരിപഠനത്തിന് എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ എന്തായാലും പോവാന്നുള്ളത്. ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഞാൻ എന്താണ് ആ ഉപരിപഠനം ഫാദറോട് കോമ്പീറ്റ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. കോമ്പീറ്റൻസ് കൺവിൻസ് ചെയ്തിട്ടാണ്, നോട്ട് കോമ്പീറ്റ് ചെയ്തിട്ടല്ല, കൺവിൻസ് ചെയ്തിട്ടാണ് ഞാൻ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എടുക്കുന്നത്. സ്വാഭാവികമായിട്ട് ഓരോ കാലഘട്ടത്തിൽ നമുക്ക് ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. അന്ന് നമുക്ക് ഗൈഡൻസ് തരാനൊന്നും ആരുമില്ല. നമ്മൾ തന്നെ കണ്ടെത്തി. അപ്പോ ഒരു ലെക്ചറെ ഞാൻ പരിചയപ്പെടുകയാണ്. ഞാൻ എൻ്റെ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അദ്ദേഹത്തിന്റെ സ്പെഷ്യലൈസേഷൻ റീറ്റെയിലിംഗ് ആണ്. അപ്പൊ ആള് എന്നോട് ഒരുപാട് താല്പര്യം കാണിച്ചു. ഞാനൊരു കേരളക്കാരനായതുകൊണ്ട് ആ ഒരു ലെക്ചർ എന്നോട് ഒരുപാട് താല്പര്യം കാണിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഇസ് കൺസ്യൂമർ മാർക്കറ്റ് ആണ്. റീറ്റെയിലിംഗിന്റെ ഏറ്റവും വലിയ സ്കോപ്പ് എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്നത് ഇറ്റ്സ് അൺലൈക്ക് അതർ സിറ്റീസ്. റൂറൽ ഏരിയ ആണെങ്കിലും ഇറ്റ്സ് ലൈക്ക് ആൻ അർബൺ ഏരിയ. ഇപ്പം വയനാട് മുതൽ ഈ സിറ്റി അവസാനിക്കുന്നില്ല. അപ്പൊ അന്നത്തെ ഒരുപാട് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് മാർജിൻ ഫ്രീ. അപ്പൊ ഞാൻ റീറ്റെയിലിങ്ങിനോട് എനിക്ക് താല്പര്യം വന്നു, റീറ്റെയിൽ ബിസിനസ്സിനോട്. എൻ്റെ സ്പെഷ്യലൈസേഷൻ ഞാൻ റീറ്റെയിലിംഗ് ചെയ്തു. അതിനുശേഷം പിന്നെ ആ റീറ്റെയിലിങ്ങിന്റെ ഓപ്പർച്യൂണിറ്റിയിൽ യഥാർത്ഥത്തിൽ ഞാൻ ദുബായിൽ ഗാലക്സി കമ്പനിയിൽ എനിക്ക് ജോലിയൊക്കെ തയ്യാറാകാണ്. ഞാൻ ദുബായിൽ വർക്ക് ചെയ്തിട്ടില്ല. ദിസ് ഇസ് മൈ പിന്നെ സെക്കൻഡ് ഇയർ ആണ്. സിബത്തുള്ളൊക്കെ എന്നെ കാണില്ല. ഞാൻ കാരണം അതർ സ്റ്റേറ്റിലായിരുന്നു, ഞാൻ വിദേശത്തുണ്ടായിട്ടില്ല. ഞാൻ ഇന്ത്യയിൽ തന്നെ ആയിരുന്നു എൻ്റെ ഈ വർഷം. അപ്പൊ എൻ്റെ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി
ഞാനൊരു ബ്രാൻഡിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ്. അത് ഞാൻ കാലിക്കറ്റ് വന്നിട്ടാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഈ ഒരു എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് എനിക്ക് ഒരു റീറ്റെയിലിംഗിൽ തന്നെ കരിയർ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ അന്ന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് മൾട്ടിനാഷണൽ കമ്പനിക്ക്. എൻ്റെ സുഹൃത്താണ്, എൻ്റെ സുഹൃത്തല്ല, എൻ്റെ അലിയനാണ് ഷബീർ സലീൽ ആർക്കിടെക്ട്. കാലിക്കറ്റുള്ള ഫേമസ് ആണ്. അദ്ദേഹത്തിന്റെ ബ്രദറാണ് ആഷിഖ്. അപ്പൊ എൻ്റെ ക്രിക്കറ്റ് ബന്ധങ്ങൾ, അവരൊക്കെ നാട്ടിൽ, എൻ്റെ സിസ്റ്ററെ കല്യാണം കഴിച്ചുകൊണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കാൻ ഞാനാണ്. ഇവർക്ക് ക്രിക്കറ്റ് ഭയങ്കര താല്പര്യമാണ്. ക്രിക്കറ്റ് മ്യൂസിക് ഒക്കെ ഭയങ്കര താല്പര്യമുള്ള ആളുകളാണ്. അപ്പൊ ഞാനാണ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക്, ഞങ്ങളെ ഇവരുള്ളതൊക്കെ അറിയാം, നമ്മൾ തൊട്ടടുത്ത് ഗ്രൗണ്ടാണ് കാണുന്നത്. വളരെ സജീവമാണ് ആ ഗ്രൗണ്ടാണ് ആ നാടിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. എൻ്റെ വീടിന്റെ തൊട്ട് മുമ്പ് തന്നെയാണ് ഗ്രൗണ്ട്. ഞാൻ ഈ ഗ്രൗണ്ടിൽ കളിക്കാനും ബാറ്റിങ്ങിനും ബോളിങ്ങിനൊക്കെ അവസരം കൊടുക്കണമല്ലോ. അപ്പൊ അവരെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയിട്ട് കളിപ്പിക്കലാണ് അവര് വീട്ടിലേക്ക്, സിസ്റ്ററെ വീട്ടിലേക്ക് വരുമ്പോൾ. അങ്ങനെ ഞാൻ അവരായിട്ടുള്ള ഒരു നല്ല ബന്ധം, എൻ്റെ കുടുംബത്തിൽ അവരായിട്ട് നല്ല ബന്ധം ഈ ക്രിക്കറ്റ് കൊണ്ട് സാധിച്ചു. അങ്ങനെ ഞാൻ സ്വാഭാവികമായിട്ടും വിദേശയാത്രയൊക്കെ അന്നത്തെ രീതികളിൽ എല്ലാവരോടും പറഞ്ഞിട്ട് അനുഗ്രഹവും ആശീർവാദമൊക്കെ വാങ്ങി പോകണം. അപ്പൊ ഞാനും ആഷിഖിനെ പോയി കണ്ടു, ആഷിഖാനെ കണ്ടു. ഞാൻ പോന്നു. ആഷിഖ മലബാർ ഗോൾഡിന്റെ കമ്പനി സെക്രട്ടറിയാണ്. അന്ന് മലബാർ ഗോൾഡിന്റെ ഒരു എക്സ്പാൻഷൻ ടൈമിലാണ്. 2006-ലാണ് ഞാൻ 2005-06 ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. അന്ന് മലബാർ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം അന്ന് 8 ഷോറൂമാണ്. അപ്പൊ അന്നത്തെ ഒരു ടിനി ഫിലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസൾട്ടന്റ് ഒരു ബിസിനസ് ഐഡിയയിലൂടെ മലബാർ ഗോൾഡ് എന്താണ് കൺസൾട്ടിങ്ങിലൂടെയാണ് മലബാർ ഗോൾഡ് ഇതിന്റെ ഒരു എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ മലബാർ ഗോൾഡിന്റെ ചെയർമാനെ ഞാൻ കണ്ടു. വളരെ ഞാൻ ഇതേപോലെ ടീഷർട്ട് ഇട്ടിട്ടാണ് അവിടെ കാണാൻ പോയത്. ഞാനൊരു ജോലിക്ക് പോയതല്ല, എന്നെ ഇന്റർവ്യൂ ടീഷർട്ട് തന്നെ എടുത്തു. അപ്പൊ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അന്ന് അറൗണ്ട് 50,000 സാലറി ആയിരുന്നു ദുബായിൽ. ആ സാലറി എന്താണ് ഇവിടെ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ടാണ് ആശയ്ക്ക് കൺവിൻസ് ചെയ്തിട്ട് തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ ഒരു മാനേജ്മെന്റ് ട്രെയിനി ആയിട്ടാണ് ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നൊക്കെ ഈ ജ്വല്ലറി മേഖലയിലൊക്കെ MBA വരുന്നത് വളരെ കുറവാണ്. ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ പറഞ്ഞപ്പോൾ നീ MBA ഒക്കെ പഠിച്ചിട്ട് ഇപ്പൊ ജ്വല്ലറിയിലേക്കാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ആഫ്റ്റർ ഓൾ ആ ഗ്രൂപ്പിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ വളരെ സ്പാർക്ലിംഗ് ആയിട്ടുള്ളൊരു ഒരു വളരെ കണക്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയത് മലബാർ അഹമ്മദ് ഖാന്റെ വിഷൻ തോട്ടാണ്. അപ്പോ 500 ഷോറൂം തുടങ്ങണം എന്നുള്ളതാണ്. എന്റെ വയസ്സന്ന് 23. അപ്പം അവരെ ഒരു വിഷൻ പ്ലാൻ ആയിട്ട് നമ്മൾ പിന്നെ ആ ഒരു വിഷനാണ് എന്നോട് ഷെയർ ചെയ്തത്. ഞങ്ങൾക്ക് 500 ഷോറൂം, ആകെ 8 ഷോറൂമുള്ള അടുത്തുനിന്ന് 500 ഷോറൂം നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ആ വാക്കുകളിലും ആ ഒരു ലൈക്ക് ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു എക്സ്പ്രഷനിലൂടെയും എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് ആ കമ്പനിയിൽ, ആ ഒരു ഗ്രൂപ്പിന്റെ കൂടെ ജോയിൻ ചെയ്യാൻ എനിക്ക് കോൺഫിഡൻസ്. ഞാൻ വീട്ടിൽ പറഞ്ഞു അന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമാണ് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഡയറക്ടർ പോസ്റ്റാണ്, ഓണർഷിപ്പ് എടുക്കുന്നത്. ആ ടെനീന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസ് എ വെരി സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ ഒരു മലബാറിൽ നിന്ന് വളർന്നു വന്ന ഒരു ബ്രാൻഡ് ഇന്ന് ലോകത്ത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ് മലബാർ ഗോൾഡ്. അപ്പോൾ അതുകൊണ്ട് വെരി സിമ്പിൾ ആയിട്ടുള്ള ആളുകളെ എങ്ങനെ ഹ്യൂമൻ റിസോഴ്സസിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക, അവരെ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ വെൽത്തും അതേപോലെ തന്നെ എങ്ങനെ നന്നായിട്ട് മാനേജ് ചെയ്യുക, ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു നാടിന്, മലബാർ എന്ന റീജിയനെ എങ്ങനെ ലോക പ്രശസ്തമാക്കി മാറ്റുന്നതിൽ വളരെ പങ്കാളിത്തം വഹിച്ച ഒരു കമ്പനിയാണ് മലബാർ ഗോൾഡ്. ഇന്ന് ലോകത്ത് വിദേശത്തും എല്ലാ സ്ഥലത്തും കൂടി ഒരുപാട് ബ്രാൻഡ്സ് തുടങ്ങി നമുക്ക് എല്ലാവർക്കും അഭിമാനമായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഐ തിങ്ക് ദേ ആർ അബൌട്ട് ടു ഗോ ഫോർ എ IPO വെരി സൂൺ. എന്താണ് സൗത്ത് ഇന്ത്യ തന്നെ വൺ ഓഫ് ദി ബിഗസ്റ്റ് കമ്പനിയായി മാറുന്നുള്ളതാണ് എല്ലാവരും വിശ്വാസം. അതൊക്കെ ചെറിയ ചെറിയ ആളുകളാണ്. അപ്പൊ അന്നത്തെ ഒരു ടിനി ഫിലിപ്പിന്റെ കൺസെപ്റ്റ്, അന്ന് എല്ലാവരും ഈ പാർട്ണർഷിപ്പ് ചേർന്നിട്ട് ബിസിനസ്സിൽ, അതിപ്പോഴും ഉണ്ട്, അന്നുണ്ട്, എല്ലാ സമയത്തും ഉണ്ട്. അതാണ് ഒരു മലയാളികളുടെ ഒരു പ്രത്യേകത കൂടി ഞാൻ മനസ്സിലാക്കി. വിശ്വാസവും കൂട്ടായ്മയുമാണ് നമ്മൾ ഏറ്റവും വലിയ സക്സസ്ഫുൾ എന്നുള്ളതാണ്. അപ്പൊ അതിന് ഒരുപാട് നമ്മളെ ഭക്ഷണ രീതികളും നമ്മളെ സൽക്കാരങ്ങളൊക്കെ ഇതിനെന്താണ് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും വളരെ കണക്റ്റഡ് ആണ്. നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ലൈക്ക് നമ്മളെ മലബാർ റീജിയനിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എന്താണ് ഒരു ഫാമിലി മെമ്പറെ പോലെ ഒരു അതിഥി മര്യാദകളൊക്കെ വളരെ എന്താണ് ഉള്ള ആളുകളും അതിലൂടെ എന്താണ് നെറ്റ്വർക്കിംഗ് ഡെവലപ്പ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് പരിചയമില്ല, സുഹൃത്തുള്ളൊക്കെ എന്നെ ക്ഷണിക്കുകയാണ്. ഒരു
അത്രയും സ്നേഹവും എന്താണ് നല്ല ആളുകളെ പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും കൂടിയാണ് ഈ മലബാർ റീജിയനിൽ. അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല ആന്റർപ്രണേഴ്സും മലബാർ റീജിയനിൽ വന്നിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു ചെറിയ ചെറിയ ഇൻവെസ്റ്റേഴ്സിന്റെ കൂട്ടായ്മകളിൽ കൂടിയിട്ട് അവരെന്താണ് അതിനൊരു കമ്പനിയാക്കി മാറ്റി, അതിനൊരു സ്ട്രക്ചേർഡ് ആക്കി മാറ്റി, അവരൊരു ഓണർഷിപ്പ് ഡ്രിവൺ മാനേജ്മെന്റ് ആണ്. ഇപ്പൊ ഞാൻ ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തല്ലേ, അന്ന് ഏകദേശം 50 ലക്ഷത്തി 1 കോടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു വലിയൊരു കമ്പനിയുടെ ഓണറായി മാറുകയാണ്. ഞാനത് മാനേജ് ചെയ്യാണ്. അതിലൂടെ ഇപ്പൊ ഞാൻ അന്ന് എന്നെ സെലക്ട് ചെയ്തത് വയനാട്ടിലൊരു ഫാമിലി ആയതുകൊണ്ട് ആ ഫാമിലിയിലൂടെ ഉണ്ടാവുന്ന കണക്ഷനിലൂടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് സെലക്ട് ചെയ്തത്. അപ്പൊ ഞാൻ അതിന്റെ ഭാഗമായി മാറി. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ നാട്ടിൽ തന്നെ, വയനാട്ടിൽ തന്നെ സെറ്റിൽ ആവുക എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ വന്നു. സ്വാഭാവികമായിട്ടും വയനാട് ഒരു ചെറിയൊരു ഗ്രാമമാണ്. ആകെ 5 ലക്ഷം 6 ലക്ഷം അന്നത്തെ പോപ്പുലേഷൻ. 7 ലാക്സ് ആണ് അന്നത്തെ പോപ്പുലേഷൻ. ഇന്നും 10 ലക്ഷമാണ്. വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത് സ്വാഭാവികമായിട്ട് തന്നെ അവസരങ്ങൾ തേടി വന്നു. ഒരുപാട് ആളുകളായിട്ട് ഇപ്പൊ എന്റെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഈ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. അപ്പൊ നമ്മളൊരു മലബാറിന്റെ കൾച്ചറും കൂടിയാണ്. കാരണം ഞാൻ എന്റെ ഗ്രാൻഡ് ഫാദർ ഒരു ഉന്നത പദവി വഹിച്ച ആളായതുകൊണ്ട് എല്ലാ വീട്ടിലും എനിക്ക് കയറി ചെല്ലാനുള്ള എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആസ് എ ബ്രാൻഡ് ഞാൻ നിഷിനാണ്. അന്ന് മലബാർ ഒരു ബ്രാൻഡല്ല. അപ്പൊ മലബാർ എൻഡോസ് ചെയ്തത് നാട്ടിലുള്ള ലോക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഹൈപ്പർ ലോക്കൽ ബിസിനസ് മോഡലാണ്. ഹൈപ്പർ ലോക്കൽ മീൻസ് ലോക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രാൻഡായി മാറുക. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഓണർഷിപ്പ് എടുക്കുമ്പോൾ വയനാട്ടിൽ മലബാർ ഗോൾഡിന്റെ ഓണർഷിപ്പ് എടുക്കുമ്പോൾ മലബാർ അല്ല അന്നത്തെ ബ്രാൻഡ്, കാരണം 8 ബ്രാഞ്ചാണ് മലബാറിനുള്ളത്. എന്റെ ബ്രാൻഡും കൂടി അവർക്ക് അസോസിയേറ്റ് ചെയ്തിട്ട് ആ ഒരു കൺസെപ്റ്റാണ്. ഞാനിതിനെ കുറിച്ചിട്ടൊന്നും അറിയുന്നില്ല, പക്ഷെ ഈ ഒരു കൺസെപ്റ്റിന്റെ ഐഡിയ അങ്ങനെ അതിലൂടെ ബ്രാൻഡ് ഗ്രോ ചെയ്യാനുള്ളതാണ്. അപ്പൊ മ്യൂച്വലി ബെനിഫിറ്റഡ് ആണ്. ഇറ്റ്സ് എ കൊളാബറേഷൻ. ഒരു ലോക്കൽ ബ്രാൻഡും ഒരു ഗ്രോയിങ് ബ്രാൻഡ് ആയിട്ടുള്ള മലബാർ റീജിയൻ. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റിന്റെ ഫീച്ചറിങ്ങും ഇപ്പൊ ഒരുപാട് കൊളാബറേഷൻ ലോകത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൊളാബറേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് സ്ട്രക്ചർ, ഒരു പേഴ്സണലി കണക്റ്റഡ് ആയിട്ടുള്ള ബിസിനസ് സ്ട്രക്ചറാണ് മലബാർ ഡിസൈൻ ചെയ്തത്. അപ്പൊ എനിക്ക് വളരെ ഓപ്പർച്യൂണിറ്റി ഒരുപാട് ആളുകൾ കണക്ട് ചെയ്യാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും അവരായിട്ട് സംസാരിക്കുമ്പോഴും അവരായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഇറ്റ്സ് ഷെയറിങ് ഇൻഫർമേഷൻ. ഇപ്പം എവറി കോൺവെർസേഷൻ അതൊരു നോളജ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഓരോ ബന്ധങ്ങളും ഓരോ അവസരങ്ങളായിട്ട് മാറി ആ ബിസിനസ് ഗ്രോ ചെയ്ത് നന്നായി സക്സസ്ഫുൾ ആയി. സ്വാഭാവികമായിട്ട് എനിക്ക് പ്രൊമോട്ട് കിട്ടി. ഞാൻ ഈ സിമിലർ സ്ട്രാറ്റജി ബാംഗ്ലൂര്, അതേപോലെ തന്നെ ഞാൻ അപ്പൊ അന്നൊക്കെ ആളുകൾക്ക് എല്ലാവരും സെറ്റിൽ ആവാനുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം യാത്രകളെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ആ യാത്രകൾ അവസരം ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ച് ആ സമയത്ത് ഞാൻ വളരെ ഏർലിയാണ് കല്യാണം കഴിച്ചത്. 24 ഏജിലാണ് കല്യാണം കഴിച്ചത്. ഞാൻ എന്റെ വൈഫിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇടയ്ക്ക് ട്രാവൽ ചെയ്യാനൊക്കെ. അപ്പം ഞങ്ങൾ ഇതിനോട് യൂസ് ടൈമാണ്. ഞാൻ ഏകദേശം 10-25 ബ്രാഞ്ചോളം ഞാൻ മലബാർ ഗോൾഡിന് വേണ്ടിയിട്ട് എക്സ്പാൻഷൻ സ്റ്റേജിൽ, മലബാറും എക്സ്പാൻഡ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ല. അപ്പൊ ആരും പോവാൻ തയ്യാറാവില്ല, ഫാമിലി കണക്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എപ്പോഴും ഒരു ജിപ്സി പോലെയാണ് യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് നിന്ന് പെട്ടി കെട്ടി അടുത്ത സ്ഥലത്ത് പോകും, ഒരു അപ്പാർട്ട്മെന്റ് എടുക്കും, ഫാമിലിയെ സെറ്റിലാം, വൈഫ് ഇത് വലിയ പ്രതിസന്ധിയാണ് സത്യത്തിൽ. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ് ഒരു സ്ഥലത്ത്. നമുക്ക് ഈസി ആയിട്ട് പോവാന്ന് പറയാം. അപ്പൊ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ഒരുപാട് സാധനങ്ങളും ഒരുപാട് പേഴ്സണൽ കാര്യങ്ങളൊക്കെ കുറെ ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ നമ്മളെന്താണ് അത് മാനേജ് ചെയ്ത് അത് എൻജോയ് ചെയ്ത് പോയത്. ഹുബ്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത്, വിജയവാഡ, അങ്ങനെ ഒരുപാട് ദൂരമുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ യാത്രകളിലൊക്കെ വീണ്ടും ഞാൻ ടാറ്റയിൽ എത്തിപ്പെടുകയാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ ടാറ്റന്റെ പ്ലാന്റേഷൻ ഒക്കെ കണ്ട് പിന്നെ ഞാൻ കാണുന്നത് ഞാൻ വിജയവാഡ എത്തുമ്പോഴാണ്. വിജയവാഡ ഷോറൂം ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോകുമ്പം ഞാൻ താമസിച്ചത് ആ ബിൽഡിങ്ങിന്റെ ഓണർക്ക് താജ് ഹോട്ടലായിരുന്നു. അപ്പോൾ അയാൾക്കൊരു നിർബന്ധം, ഞാൻ അവിടെ തന്നെ താമസിക്കാൻ പാടുള്ളൂ. അന്നത്തെ 5 സ്റ്റാർ ഹോട്ടലാണ് അവിടുത്തെ താജ് വിവന്ത. അപ്പൊ ആ വിവന്തയിൽ ഞാൻ 6 മാസം സ്ഥിരതാമസമാണ്. കാരണം 6 മാസം പ്രൊജക്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രൊജക്റ്റാണ്. അറൗണ്ട് 25,000 സ്ക്വയർ ഫീറ്റിലാണ് വലിയ. കാരണം അവിടെ എല്ലാവരും നമ്മൾ കേരളത്തിലെ പോലെ വലിയ ഫോർമാറ്റുള്ള ഷോറൂമുകളാണ് നമ്മൾ അവിടെ, എ ക്ലാസ് ഷോറൂംസ് ആണ് അവിടെ മാനേജ് ചെയ്യുന്നത്. എനിക്ക് ഭാഷയൊന്നും അറിയില്ല. ഞാൻ തെലുങ്ക് ഭാഷ പഠിച്ചു, ഒരു ടീച്ചറൊക്കെ അപ്പോയിന്റ് ചെയ്തു. ഓരോ കാലഘട്ടത്തിൽ കുറെ അറിവുകളും, കർണാടക പോയപ്പോൾ കന്നഡ പഠിച്ചു. അങ്ങനെ ഈ യാത്രകളിലൊക്കെ പല ഭാഷകളും പഠിക്കാനും പല ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാനും പല ബന്ധങ്ങളും ഒരു ഗ്ലോബൽ പേഴ്സൺ ആവാനും ഒരു കോസ്മോ പേഴ്സൺ ആവാനും സാധിച്ചത്
ആണ് എൻ്റെ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി. അപ്പൊ ഞാൻ ഈ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവിടെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഞാൻ നോക്കാറുണ്ട്. അപ്പൊ ഞാനിപ്പോ വിജയവാഡ പോകുമ്പോൾ അവിടെ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ കൃഷിയാണ്. ഞാൻ സമയം അധികം എടുക്കുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ വെറുതെ പറയുന്നത് ഞാൻ പറഞ്ഞു തീർത്തിട്ട് കുറച്ച് സമയം എടുത്താൽ നിങ്ങൾ എന്താണ് ഞാൻ എൻ്റെ കഥ പൂർത്തീകരിക്കാൻ നിങ്ങൾ എനിക്ക് അവസരം തരണം. തീർച്ചയായിട്ടും തുടരാം സർ. അപ്പൊ ഞാനങ്ങനെ അപ്പൊ അവിടെ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഗുണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഗുണ്ടൂർ എന്ന് പറഞ്ഞാൽ ടൊബാക്കോ ബിസിനസ് നന്നായിട്ട് ഗ്രോ ചെയ്യുന്ന മണ്ണാണ്. അപ്പൊ ഈ വിജയവാഡ കൃഷ്ണ ഗോദാവരി നദീന്റെ ഹൈലി ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡാണ്. അപ്പൊ അവിടെ എല്ലാ ആളുകൾക്ക് എന്താണ് സ്വന്തം നാട്ടിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളിൽ അവർ യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ കേരളക്കാരെ പോലെ നമ്മൾ വിദേശ രാജ്യത്ത് പോവോ മറ്റേതില്ല, സ്വന്തം നാട്ടിൽ തന്നെയാണ് അവരുടെ പരിപാടികൾ. പിന്നെ കുറെ ആളുകൾ എന്നാലും ഉണ്ട്. നമ്മളത് ഭൂരിഭാഗം ആളുകളും എന്താണ് വിദേശത്താണ് ഉണ്ടാവുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നാട്ടിൽ തന്നെ എന്താണ് അവർ വെൽ സെറ്റിൽഡ് ആണ്. കാരണം അവരെ ആ ഒരു ലാൻഡ്സ്കേപ്പിങ്ങും ലാൻഡിന്റെയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എന്താണ് അവർക്ക് അതിന് പറ്റിയ ലാൻഡാണ്. അതേപോലെ തന്നെ മത്സ്യകൃഷി വളരെ ഭീമവാരം എന്ന് പറഞ്ഞ സ്ഥലം മത്സ്യകൃഷി വളരെ ഫേമസ് ആണ്. അത് ലോകത്തിൽ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന വലിയ ജപ്പാനിലും അതേപോലെ തന്നെ US അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാണ്. പിന്നെ ഞാൻ ഹുബ്ലിയിൽ വർക്ക് ചെയ്തു. ഹുബ്ലിയിൽ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി അവിടുത്തെ എന്താണ് ബേഡ്ഗി എന്ന് പറഞ്ഞ സ്ഥലമാണ്. വളരെ ഫേമസ് ആയിട്ട് എനിക്ക് തോന്നുന്നതിൽ ഒരുപാട് സ്ത്രീകളുണ്ട്. ബേഡ്ഗി മുളക് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. അവരുടെ റെഡ് ചില്ലീസ് വളരെ ഫേമസ് ആണ്. അപ്പൊ ഓരോ നാടിനും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ യാത്രയിൽ എനിക്ക് മനസ്സിലായത്. അപ്പോൾ എൻ്റെ നാടിനും എന്തോ ഒരു സ്പെഷ്യാലിറ്റി പഠിച്ചോൻ വെച്ചിട്ടുണ്ട്. ആ സ്പെഷ്യാലിറ്റി നമ്മൾ കണ്ടെത്തലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. ഞാൻ മലബാർ ഗോൾഡിൽ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ എന്താണ് എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 10 വർഷം കൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ അവിടെ എനിക്ക് കിട്ടിയ അവസരങ്ങൾ ഒരുപാട് പ്രതിസന്ധികളും ഈ യാത്രകളൊക്കെ ബുദ്ധിമുട്ട് ഇതൊന്നും ഒരു പ്രതിസന്ധി ഇല്ല. എല്ലാ പ്രതിസന്ധികളും ഞാൻ എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ പറഞ്ഞുകൊണ്ടെന്ന് ഞാൻ അനുഭവിച്ച പ്രതിസന്ധികളും ശക്തി സ്വീകരിച്ചതെന്നാണ്. ഈ ദിവസവും കടന്നു പോകും പ്രതിസന്ധി വരുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ ഇതൊക്കെ എൻജോയ് ചെയ്ത് എന്നുള്ളതാണ്. അപ്പൊ ആ യാത്ര നമ്മൾ എന്താണ് എതിരെ ചിന്തിക്കുമ്പോഴാണ് പ്രശ്നമുള്ളത്. ആ യാത്ര പോകാൻ ഞാൻ തയ്യാറാണ്. ഒരു നാട് കാണാണ്, ഒരു പുതിയ കാര്യം കാണാണ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഞാൻ ലാസ്റ്റ് 2 years ആയിട്ട് ദുബായിലാണുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത സ്ഥലം എവിടെയാണെന്ന് അറിയില്ല. അപ്പൊ യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്, അത് എൻജോയ് ചെയ്യുന്നുണ്ട്, പുതിയ ആളുകളായിട്ട് പരിചയം പുതുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ മലബാർ ഗോൾഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു കൗണ്ടറാണ്, ഏകദേശം ഒരു 40 വാച്ചാണുള്ളത്. അപ്പൊ അന്നൊരു കോൺടെസ്റ്റ് നടക്കുകയാണ്. നമ്മൾ വിദേശ യാത്ര റാഡോ വാച്ചാണ്, സ്വിസ് മെയ്ഡ് വാച്ചാണ്. ആ റാഡോ വാച്ച് ഇത്ര നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്താണ് സ്വിറ്റ്സർലാൻഡിലേക്ക് യാത്ര ചെയ്യാന്നുള്ളൊരു ഒരു കോൺടെസ്റ്റ് ആണ് നടക്കുന്നത്. ഈ കോൺടെസ്റ്റിൽ എന്താണ് സ്വാഭാവികമായിട്ടും എല്ലാ കോമ്പറ്റീഷനിലും ഞാൻ നന്നായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത്, ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു എനിക്ക് സിബത്തുള്ള കാഴ്ച എന്നൊരു ഫോർമാറ്റിൽ ഞാൻ വായിച്ചത് ലാസ്റ്റ് 777 ഡേയ്സോ 754 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് ഈ ഒരു ഗ്രൂപ്പ് റൺ ചെയ്തുകൊണ്ട് കാണാം. എന്റെ ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയുന്നത് ഞാൻ നന്നായിട്ട് അധ്വാനിക്കുന്ന ആളാണ്. അധ്വാനിക്കാൻ മീൻസ് വെരി സ്മാർട്ടായിട്ട് അധ്വാനിക്കുന്നതാണ്. സ്ഥിരമായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. ഒരു ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിനെ സ്ഥിരമായിട്ട് അതിനെ അപ്രോച്ച് ചെയ്ത് ഞാൻ വളരെ ഫോക്കസ്ഡ് ആയിട്ടാണ് ഒരു കാര്യത്തിന് അപ്രോച്ച് ചെയ്യൽ. ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യില്ല. ഞാനിപ്പോ എന്റെ യാത്രയിൽ കണ്ട കാര്യങ്ങൾ, ഞാനിപ്പോ ജ്വല്ലറി മേഖലയിലേക്ക് വരാൻ കാരണം എന്റെ ഗ്രാൻഡ് ഫാദർ ജ്വല്ലറി തുടങ്ങിയിട്ടുണ്ട്. സോ ഐ ഹാവ് സീൻ ദാറ്റ്. എന്റെ ഗ്രാൻഡ് ഫാദർ ഹോട്ടൽ ബിസിനസ് ആണ്. ഞാൻ അതുകൊണ്ടാണ് റിസോർട്ട് തുടങ്ങുന്നത്. അപ്പൊ എനിക്ക് എന്താണ് പഠിച്ചവനൊരു അവസരങ്ങൾ നമ്മളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അത് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പൊ ഈ യാത്രകളിലൊക്കെ ഞാൻ മനസ്സിലാക്കിയ എന്റെ നാടിനൊരു പ്രത്യേകത ഉണ്ട്. അതിലുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മളായിട്ടൊന്നും ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. എല്ലാം നമ്മൾ മാനേജ് ചെയ്യാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഒരു നേരത്തെ പറഞ്ഞ മലബാർ ഗോൾഡിൽ കോൺടെസ്റ്റിൽ വിൻ ചെയ്ത് ഞാൻ സ്വിറ്റ്സർലാൻഡിലേക്ക് യാത്ര ചെയ്യാം. സ്വിറ്റ്സർലാൻഡ് അതിമനോഹരമായ രാജ്യമാണ്. ആളുകളൊക്കെ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അവിടെ 14 ഡേയ്സ് അവിടെ താമസിക്കുകയാണ്. അപ്പൊ താമസിച്ചപ്പോൾ അവിടുത്തെ ഒരു കൾച്ചറും ഇപ്പൊ ഞാൻ എന്നെ കണക്ട് ചെയ്യാണ്. നമ്മൾ കൂർഗിലെ കൾച്ചറും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. അവിടെ ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസമുണ്ട്. ലൈഫ് സ്റ്റൈൽ കൂൾ ഡൗൺ. നമ്മൾ അനാവശ്യ കാര്യങ്ങൾക്കോ അനാവശ്യ സാധനങ്ങൾക്കോ നമ്മൾ ടൈം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വേസ്റ്റ് ആക്കുന്നില്ല. വളരെ ഡിസിപ്ലിൻ ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അവരുടെ ലൈഫ് സ്റ്റൈൽ നോക്കുന്നത് രാവിലെ 7 മണിക്ക് ഡ്യൂട്ടിക്ക് പോകുന്നു, വൈകുന്നേരം 4 മണിക്ക് ഡ്യൂട്ടി തീർക്കുന്നു. ഞാൻ റാഡോ ഫാക്ടറിന്റെ ഉള്ളിൽ കയറുകയാണ്. റാഡോ ഫാക്ടറിയിൽ അപ്പൊ നമ്മളൊരു
ഇൻസ്റ്റിറ്റ്യൂഷനിലും കമ്പനിയിലൊക്കെ എന്താണ് കുറെ ലൂസ് ടോക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആയി. വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഒരു നമ്മളവിടെ വിസിറ്റേഴ്സ് ആണെങ്കിലും ഇപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മള് കേരളത്തിലേക്ക് ഒരു കമ്പനിയിൽ ഒരു വിസിറ്റർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണ്, എവിടെയാ വീട്, എന്താ എവിടെയാ താമസം, ഇതൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഏകദേശം ഒരു മണിക്കൂർ അങ്ങോട്ട് പോകും. അവിടെ വന്നു കഴിഞ്ഞാൽ അവരവരെ വർക്കിൽ എന്താണ് വർക്ക് ഈസ് വർഷിപ്പ് എന്ന് പറയുന്നത് പോലെ അവർ വളരെ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഈ കണ്ട ഒബ്സർവേഷനും അതേപോലെ തന്നെ യാത്രകളാണെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് കൂടുതലും ആളുകൾ യാത്ര ചെയ്യുന്നത്, സ്വന്തമായി വണ്ടികളും. വീടുകൾ നോക്കുകയാണെങ്കിൽ നമ്മളെ കേരളത്തിലെ പോലെ വലിയ വീടുകളൊന്നുമില്ല, വളരെ ചെറിയ വീടുകളും. എന്താണ് ആളുകൾക്ക് എന്താണ് ഒരു ലോങ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ആ കൺട്രീനെ കുറിച്ചിട്ട് എനിക്ക് കൂടുതൽ പഠിക്കാൻ ആഗ്രഹം വന്നു. അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് അവരുടെ 3 കാര്യങ്ങളാണ്. അവരൊന്ന് ടൂറിസം, അതേപോലെ തന്നെ എന്താണ് അവരെ ദർ ഇൻ ടു ദി എന്താണ് ഫാം പ്രൊഡക്ട്സ് ആണ്, എസ്പെഷ്യലി എന്താണ് ചോക്ലേറ്റ് മാനുഫാക്ചേഴ്സ് ആണ്, അതേപോലെ തന്നെ എന്താണ് മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ട് നന്നായിട്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ നോട്ടീസ് ചെയ്തപ്പോൾ ഗ്രീൻ വൈറ്റ് കളറാണ് ഇവരുടെ കൺസെപ്റ്റ്, തീമാണ് കൺട്രി എന്ന് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ കൺട്രിയിലെ എല്ലാ ആളുകളും എന്താണ് ഇതിൽ ഇൻവോൾവ് ആണ്. തിരിച്ചു വരുമ്പോൾ എന്റെ മനസ്സിൽ എന്താണ് ഇങ്ങനെ ഒരു രാജ്യത്ത് ജീവിക്കുക എന്നുള്ളതാണ് ആഗ്രഹം. ഞാൻ കൂർഗിലാണ് ജീവിക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ബംഗ്ലാവാണ്, ഒരു 60 ഏക്കർ ബംഗ്ലാവിന്റെ നടുവിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കൂർഗ് വിസിറ്റ് ചെയ്യണം. ഒരുപാട് നല്ല റിസോർട്ട്സ് ഉണ്ട് അവിടെ. നല്ല റിസോർട്ടിൽ തന്നെ താമസിക്കണം. അവിടെ പ്ലാന്റേഷൻ ലൈഫ് ഈസ് എ ഡിഫറെന്റ് ലൈഫ് സ്റ്റൈലാണ്. ആ ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്യണമെങ്കിൽ എന്താണ് പ്ലാന്റേഷനിൽ തന്നെ പോകണം. നമ്മൾ റിലാക്സ്ഡ് ആവും, കൂളാവും. വൈകുന്നേരം 5 മണിയായാലും നമ്മൾ എന്താണ് ഫ്രീ ആവും. ഇപ്പൊ എല്ലാവരും തിരക്കാണ്. നമ്മൾ സിറ്റിയിൽ താമസിക്കുമ്പോൾ രാത്രിയും പകലും 10 മണി 12 മണി വരെ എല്ലാവരും എന്താണ് ഡ്യൂട്ടിയിലാണ്. അവിടെ 5 മണി കഴിഞ്ഞാൽ പിന്നെ ഇല്ല, പിന്നെ ഇരുടായി, പിന്നെ ഒന്നും ചെയ്യാനൊന്നുമില്ല നമുക്ക്. അപ്പൊ ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ. അപ്പൊ എന്റെ നാടിനും എനിക്കും ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. എന്തുകൊണ്ട് എന്റെ നാടും ഒരു യൂറോപ്പാണ്. നമുക്ക് അതിമനോഹരമായ വെസ്റ്റേൺ ഘാട്ടാണ് വയനാട്ടിലുള്ളത്. ഈ വയനാട്ടിലുള്ള വെസ്റ്റേൺ ഘാട്ടിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇപ്പൊ ആദ്യം ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം തന്നെ സ്വിറ്റ്സർലാൻഡ് കണ്ടപ്പോൾ മേലെ നിന്ന് ഫ്ലൈറ്റ് നമ്മൾ സമ്മർ ടൈമിലാണ് പോയത്, മഞ്ഞൊന്നുമില്ല. വയനാടിന്റെ ഒരു പ്രകൃതിയായിട്ട് കുറേയൊക്കെ സാമ്യതയുണ്ട്, മലകളും പച്ചപ്പും. ഈ വയനാടും ഇതേപോലെ തന്നെ ഇത്രയും മനോഹരമായ വയനാട്ടിൽ നല്ലൊരു ആർക്കിടെക്ചർ കൂടിയുണ്ട്. ടൂറിസം ഗ്രോ ചെയ്യില്ല എന്നുള്ളത്, എന്തുകൊണ്ട് ഗ്രോ ചെയ്യില്ല എന്നുള്ളത് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു. അപ്പൊ ഞാൻ എന്റെ നെസസിറ്റീസ് മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയുന്നത് എന്റെ ആഗ്രഹം എനിക്ക് സ്ഥിരമായിട്ട് ഒരു സ്വിറ്റ്സർലാൻഡിൽ നിൽക്കുക എന്നുള്ള. ഞാൻ തിരിച്ചു വന്നു. എന്റെ കയ്യിൽ കാശൊന്നുമില്ല. ഞാൻ എന്താണ് ഞാൻ അതിനൊരു ബിസിനസ് മോഡലാക്കി മാറ്റി. അപ്പൊ ആദ്യം എന്താണ് ഇതൊരു സംരംഭം, ടൂറിസത്തിനെ കുറിച്ച് പഠിച്ചു. എൻ്റെ ഒരു എക്സ്പീരിയൻസും എൻ്റെ ഒരു പാഷനും എന്താണ് ഹോട്ടലിലായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഉമ്മാന്റെ ഉപ്പ നല്ലൊരു ഷെഫ് കൂടിയായിരുന്നു. അദ്ദേഹം നല്ല തലശ്ശേരിക്കാരനായതുകൊണ്ട് നല്ല നല്ല കുറെ കടികളും കോഴി നിറച്ചതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ മൂപ്പർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഗ്രാൻഡ് മദർ അല്ല, ഗ്രാൻഡ് ഫാദർ ആണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അതിലൊക്കെ ഞാൻ ഈ ഫുഡിൽ വളരെ എന്താണ് കുറച്ചുകൂടി പാഷനേറ്റ് ആണ്. ഞാൻ നല്ല കുക്കൊന്നുമല്ല, പക്ഷെ എന്താണ് കഴിക്കാനും അതേപോലെ തന്നെ അതിനെ ഡ്രസ്സ് ചെയ്യാനൊക്കെ വളരെ നന്നായി ഭംഗിയായി കാണാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിനോട് എനിക്ക് താല്പര്യമാണ്. ടൂറിസത്തിൽ എങ്ങനെ ഗ്രോ ചെയ്യാം. അപ്പൊ അതിൽ കുറെ ഞങ്ങൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്ത്, ലൈക്ക് ഞാൻ കൂർഗിൽ ഒരുപാട് റിസോർട്ട്സ് ഉണ്ട്, നല്ല നല്ല റിസോർട്ട് ഉണ്ട്. ആ റിസോർട്ടിൽ നിന്നൊക്കെ കുറച്ചുകൂടി ഐഡിയ ഞാൻ ബ്രെയിൻ സ്റ്റോം ചെയ്തു. ഈ ഒരു സാധനം ഞാൻ മലബാർ ഗോൾഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്റെ ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് വെറും 5 ലക്ഷമാണ്. അതായത് 2017 ഞാൻ ഇറങ്ങുന്നത്. ഈ 5 ലക്ഷം രൂപ കൊണ്ട് ഞാൻ എൻ്റെ കൺസെപ്റ്റും ഡിസൈൻസ് ഒക്കെ എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എന്നോട് താല്പര്യമുള്ളതും എന്നെ പരിചയമുള്ള ആളുകളായിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആളുകളോട് ഞാൻ ഈ കൺസെപ്റ്റ് പറയാണ്. ഞാനത് കൺസെപ്റ്റ് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മളിവിടെ സ്വിറ്റ്സർലാൻഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഇവിടെ എന്റെ നാടും ഒരു യൂറോപ്പ് പോലെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്, അതിമനോഹരമാക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതൊരു സസ്റ്റൈനബിൾ ആണ്. യൂറോപ്പിലേക്ക് പോകുമ്പോൾ യൂറോപ്പിലെല്ലാം സസ്റ്റൈനബിൾ 1800 വർഷം മുന്നേ 1000 വർഷം മുന്നേയുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ്. നമ്മളെ നാട്ടിലെല്ലാം വളരെ ചിന്തിക്കുന്നത് ഒരു ചെറിയ കാലഘട്ടത്തേക്കാണ്, ഒരു ലോങ് ജേർണിയിലേക്ക് ആരും ഇൻവോൾവ് ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ ജീവിക്കുക എന്റെ കാലഘട്ടം കഴിഞ്ഞാൽ ഇത് അവസാനിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളെന്താണ് അവിടെ 800 വർഷം മുമ്പുള്ള ആളുകൾ ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അതേ ആളുകൾ തന്നെയാണ് ഇപ്പോഴും. പല തലമുറകൾ കൈമാറി പല ആളുകൾ കൈമാറിയിട്ടുള്ള വീടുകളിലും ഹോട്ടൽസിലൊക്കെയാണ് അവിടെ അങ്ങനത്തെ ഒരു സിറ്റിയാണ് അവിടെ ഡെവലപ്പ് ചെയ്തത്. അപ്പൊ അതിനൊരു ലോങ് വിഷൻ ഉണ്ടാകും. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ഞങ്ങളെ കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാലും വയനാട് അതിമനോഹരമായിട്ട് മറ്റുള്ളവർക്ക് തോന്നണം. അങ്ങനെയുള്ള ഒരു ആർക്കിടെക്ചർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്റെ നാടും വളരെ
സ്വാഭാവികം ഞാൻ കോഴിക്കോടാണ് പഠിച്ചത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ ഞാൻ വയനാട്ടിൽ നിന്ന് വരുമ്പോ ഇന്നെല്ലാരും വിളിക്കുക ആദിവാസി. അപ്പൊ ആദിവാസിന്റെ നാട് എങ്ങനെ മനോഹരമാക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്. ഏത് ഈ ഒരു എന്താണ് ഇൻസൾട്ടാണ് ഇൻവെസ്റ്റ്മെന്റ്, ഏതോ സിനിമയിലൊക്കെ പറഞ്ഞ പോലെ ഈ ആദിവാസികൾ എന്താണ് നമ്മളെ നാട് മനോഹരമാണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കൽ എന്റെ ഒരു വാശിയും കൂടിയാണ്. അപ്പൊ എന്താണ് ഞാൻ ഇന്ന സ്ഥലത്താണ് വന്നത് എന്ന് പറയുമ്പോൾ ഇന്ന് എനിക്ക് വളരെ അഭിമാനം തോന്നുന്നുണ്ട് മുറിക്കാട്ടിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ ഇങ്ങനെ അവസരം കിട്ടുന്നതും സംസാരിക്കുന്നതൊക്കെ. അങ്ങനെ ഈ അവസരങ്ങൾ തേടി വന്ന് ഞാൻ എന്താണ് മലബാർ ഗോൾഡ് നിന്ന് എക്സിറ്റ് ചെയ്ത് ഞാനിത് 2 വർഷം കൊണ്ട് പൂർത്തി 2017 തുടങ്ങി. ഒരുപാട് പ്രതിസന്ധി, ഇതാണ് എന്റെ പ്രതിസന്ധി. ഞാനൊരു സംരംഭം തുടങ്ങുമ്പോൾ ആദ്യത്തെ 2 വർഷം ആദ്യം തന്നെ നോട്ട് നിരോധിച്ചു. അങ്ങനെ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ എല്ലാവർക്കും വന്നു. പിന്നെ GST വന്നു. പിന്നെ അതിൻ്റെ അകത്ത് 2 ഫ്ലഡ് വയനാട്ടിൽ വളരെ എന്താണ് ഫ്ലഡായി ഉള്ള വലിയൊരു പ്രശ്നങ്ങൾ വന്നു. ഫ്ലഡ് കഴിഞ്ഞ് ഞാൻ റിസോർട്ട് തുടങ്ങുന്ന അന്നേ ദിവസമാണ് നിപ്പ വൈറസ് സ്ഥിരീകരിക്കുന്നത്. ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നിപ്പ വൈറസ് സ്ഥിരീകരിച്ച് എന്റെ അക്കൗണ്ടിലേക്ക് 30 ലക്ഷം രൂപ ആദ്യ ബുക്കിംഗ് ആയി വന്നു. ആ 30 ലക്ഷം രൂപ അങ്ങോട്ട് ക്യാൻസലായി, ഞാൻ തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ പ്രതിസന്ധികളോട് പ്രതിസന്ധികളാണ്. അത് കഴിഞ്ഞ് ഞാൻ എന്താണ് എല്ലാം ഒന്ന് സെറ്റിൽ ആയത് ഓഗസ്റ്റിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്റെ കയ്യിലുള്ള കാശും കഴിഞ്ഞ് അടുത്ത കുറച്ച് ഇൻവെസ്റ്റേഴ്സിനെ കൂട്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ്. ഏകദേശം അന്ന് എന്റെ ഫസ്റ്റ് പ്രൊജക്ട് തന്നെ ഏകദേശം 50-52 കോടി റുപ്യന്റെ പ്രൊജക്ട് ആണ്. അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ട്. അപ്പൊ നമ്മളൊരു സ്വപ്നം കാണുമ്പോഴും നമ്മൾ എന്താണ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ അതിന് പിന്നിൽ ഒരുപാട് ആളുകൾ സഹായിക്കും എന്നുള്ള നിലക്കാണ് ഒരുപാട് ആളുകൾ ഞാൻ അറിയാതെ തന്നെ ഒരു കാപ്പിത്തോട്ടത്തിന്റെ ഉള്ളിൽ ഏകദേശം 50-60 കോടി രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പൊ എന്റെ കൺസെപ്റ്റിലും ഇതിലൊക്കെ എന്താണ് ആളുകൾ ഐ ഹാവ് എ നിൽ നോളജ് ഇൻ ദിസ് ബിസിനസ്. അപ്പൊ ഞാൻ എന്റെ നോളജ് ഇല്ല, ഹോട്ടൽ ബിസിനസ് നോളജ് ആരും ഇൻവെസ്റ്റ് ചെയ്യൂല. പക്ഷെ എന്നെ അറിയുന്ന ആളുകൾ എന്താണ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വന്നു. ഞാൻ അവരോടുള്ള കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഞാൻ ലോകോത്തര ബിസിനസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒബ്റോയിലുള്ള ഒരു കൺസൾട്ടന്റ്, മലബാറിൽ വർക്ക് ചെയ്തുകൊണ്ട് കുറെ കൺസൾട്ട് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടി. അങ്ങനെ ലോകോത്തര കൺസൾട്ടന്റിന് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ഫേമസ് എന്താണ് കൺസൾട്ടന്റ്, ഈ വാസ് എക്സ് GM ഒബ്റോയ്, എക്സ് GM താജിന്റെ ഒക്കെ ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മളെ നാട്ടിലേക്കും കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു നമ്മൾ ആഗ്രഹം. ഞാൻ അയാൾ അപ്പോയിന്റ് ചെയ്ത് ബിസിനസിനെ കുറിച്ച് പഠിച്ചു, എങ്ങനെയാണ് ഹോട്ടൽ ഇൻഡസ്ട്രി നടത്തുക. ഞാൻ 3 ബ്രദേഴ്സാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ വലിയ പ്രൊജക്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ കാണുന്നത് എൻ്റെ യാത്രയിൽ ഒരുപാട് ഫാമിലിയിൽ എന്താണ് അവരെ കൂട്ടായ്മയാണ് വിജയം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ എൻ്റെ ബ്രദേഴ്സും പറഞ്ഞൊരു റിസ്ക് എടുക്കാണ്, നമ്മളാണ് ഇതില് ബിസിനസ് തുടങ്ങുന്നത്, നമ്മളാണ് ഇതിന്റെ കപ്പിത്താന്മാര്, അവസാനം വരെ ഇത് നിൽക്കണം. വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഇനി എന്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സിന്റെ കൂടെ അവസാനം വരെ നമ്മൾ ഇതൊന്ന് എക്സിറ്റ് ആവാൻ പാടുള്ളൂ. നമ്മളെന്താണ് ആ ഒരു റീസണബിൾ പ്രൊജക്റ്റ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് ഒരുപാട് ലോകോത്തര അവസരങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങി. അങ്ങനെ റിസോർട്ട് തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ കൊറോണ വൈറസ് തുടങ്ങി. 2022 യഥാർത്ഥത്തിൽ നമ്മൾ ഓപ്പറേഷൻ തുടങ്ങുന്നത്. ആ 2021 അവസാനത്തിലാണ് നമ്മൾ എന്താണ് പിന്നീട് ഒരു അവസരം നമ്മളെ തേടി വരിക. നമ്മൾ റിസോർട്ട് കണ്ട് നമ്മൾ BCCI ജോയിന്റ് സെക്രട്ടറി JS ജോർജ് ആയിരുന്നു അന്ന്, ഗാംഗുലി ആയിരുന്നു അന്നത്തെ പ്രസിഡന്റ്. അപ്പൊ ആ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട് വയനാട്, വെരി ബ്യൂട്ടിഫുൾ. ആഫ്റ്റർ ഹിമാചൽ പ്രദേശിന് ശേഷം അതും കാണേണ്ട ഒരു സ്ഥലമാണ് വയനാട്ടിൽ. നമ്മളെ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്, വയനാടാണ് സെക്കൻഡ് ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം. അതിന്റെ തൊട്ടടുത്തൊരു ലാൻഡ് ഉണ്ട്, അവിടെ എന്താണ് നമുക്കൊരു റിസോർട്ട് ഉണ്ടാക്കണം, പ്ലേയേഴ്സിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു. അപ്പൊ ഞാനൊരു ഐഡിയ ഡെവലപ്പ് ചെയ്തു, ഒരു ക്രിക്കറ്റ് തീംഡ് ആയിട്ടുള്ള റിസോർട്ട്. അത് ഞാൻ ഇൻസ്പയർ ചെയ്ത എൻ്റെ യാത്രയാണ്. എൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ ഞാൻ UK പോയപ്പം ലോർഡ്സ് 83 സ്റ്റേഡിയം, ലോർഡ്സ് സ്റ്റേഡിയം ഉണ്ട്. ആ ലോർഡ്സ് സ്റ്റേഡിയത്തിന്റെ അതും ഒരു ടൂറിസ്റ്റ് ആക്കി മാറ്റിയതാണ്. എല്ലാ കാര്യം അവർ ടൂറിസ്റ്റ് ആക്കി. അവർ പറയുന്ന കാര്യം ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. കാരണം ഇന്ത്യക്കാരാണ് അധികം ടൂറിസ്റ്റും ഉണ്ടാവുക. കപിൽ ദേവ് ഇവിടെയാണ് നിന്നത്, ഗാംഗുലി ഇവിടെ നിന്നാണ് ഷർട്ട് ഊരിയത്. അപ്പൊ അവരൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ വലിയൊരു സ്റ്റോറി 1983 ഇന്ത്യ വേൾഡ് കപ്പ് വിൻ ചെയ്ത് വലിയൊരു സ്റ്റോറിയാണ്. കാരണം ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ആയിട്ട് നമുക്കൊരു പവർ തന്നും എനർജി എന്നതും ഈ ഒരു ലോകത്തിൽ നമുക്കൊരു അഡ്രസ് ഉണ്ടാക്കി തന്ന ആ ക്രിക്കറ്റ് വേൾഡ് കപ്പ് വിൻ ചെയ്താണ്. അപ്പൊ ഈ സ്റ്റോറി ആരും പറയുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോഴത്തെ തലമുറകൾക്ക് എന്താണ് ഈ ഒരു നമ്മൾ ഇൻഡിപെൻഡൻസ് സ്റ്റോറിയൊക്കെ എല്ലാവരും മറന്നു പോവാണ്. 1940 നമ്മളെ കാലഘട്ടത്തിൽ ചെറുപ്പത്തിൽ പഠിച്ചതൊന്നും ഇപ്പൊ ആയിരിക്കും. അപ്പൊ ഇതൊരു മെർജ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് തീംഡ് റിസോർട്ടാക്കി ഞാൻ ഡിസൈൻ ചെയ്തു. അത് ഒരു UK ആർക്കിടെക്ചർ ആണ് അതിൽ നമ്മൾ കൊണ്ടുവന്നത്. കുറെ നമ്മൾ ലൈക്ക് ക്രിക്കറ്റിന്റെ ഒരുപാട് തീമും അത് കപിലിനെ ഹീറോ ആക്കിയിട്ട് കപിലിന്റെ സ്റ്റോറി പറയുന്ന ഒരു മോഡലാണ് നമ്മൾ വളരെ സക്സസ്ഫുൾ ആയി. അത് ലോകോത്തര ബ്രാൻഡ് USA ബ്രാൻഡായ വിൻഡമായിട്ട് നമ്മൾ എൻഡോസ് ചെയ്തു.
അപ്പൊ അങ്ങനെ ഒരുപാട് വേൾഡ് ക്ലാസ് എക്സ്പോഷർ നമ്മൾ എന്താണ് നമ്മൾ യാത്രകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്, അതൊക്കെ നമ്മൾ എന്താണ് നമ്മളെ ഈ കൊച്ചു ഗ്രാമത്തിലും വയനാട് എന്ന എന്താണ് ഏറ്റവും ചെറിയ എളിയ ജില്ലയിലും ഇത് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചെന്നില്ല. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നു. അപ്പൊ ഒരു പ്രൊജക്ട് നമ്മൾ പൂർത്തീകരിച്ചു. കാരണം വയനാട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. സ്വാഭാവികമായിട്ട് എനിക്കും ഇതേപോലെ ഒരു സ്ഥലം വേണം. ഇതാരാണ് ഇതിന്റെ ഓണർ, ആരാണ് ഇതിലെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ആളുകൾ ഞങ്ങൾ ആദ്യത്തെ പ്രൊജക്റ്റിൽ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് പകുതി വാങ്ങി, പിന്നെ അടുത്ത പ്രൊജക്ട് ഫുള്ളി ഇൻവെസ്റ്റ്മെന്റ് വാങ്ങി. ഇതൊക്കെ നമ്മൾ ടൈംലി കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമ്മൾ കോൺഫിഡൻസ് ലെവൽ എന്താണ്, ആളുകൾ നമ്മളെ എന്താണ് ഈ ഒരു ട്രസ്റ്റ് നമ്മൾ എന്താണ് ട്രാൻസ്പെറൻസി ബിൽഡ് ചെയ്ത് നമ്മുടെ ബിസിനസ്സിലെല്ലാം നമ്മൾ ട്രാൻസ്പെറൻസി ആയിട്ട് കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ നമ്മൾ എന്താണ് കോമ്പീറ്റ് ചെയ്യാനുള്ള ബിസിനസ് മോഡൽ നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയ നമ്മളടുത്ത ആളുകൾ താല്പര്യപ്പെടുന്നുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ ഞാൻ വിശ്വസിക്കുന്നത് എന്താണ്, എല്ലാവർക്കും എല്ലാ കഴിവും എല്ലാ ബിസിനസ്സും ചെയ്യാൻ പറ്റില്ല. പലർക്കും പല കഴിവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിൽ നല്ലൊരു എന്താണ് എക്സ്പോഷർ ഉണ്ട്, എനിക്ക് നല്ലൊരു അനുഭവ സമ്പത്തുണ്ട്, ബിസിനസ് ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ എനിക്ക് നല്ലൊരു സ്കില്ലുള്ള ആളാണെന്നുള്ളത് ഞാൻ എന്താണ് തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണ് കിട്ടിയത്. കാരണം ആളുകൾ ട്രസ്റ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അറിയുള്ളൂ. ആളുകൾ നമ്മളടുത്ത് തോന്നുമ്പോൾ നിഷിന്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സേഫ് ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് എന്നൊരു ബിസിനസ് മോഡലിലേക്ക് വന്നു. അപ്പൊ ഞങ്ങൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് മോഡൽ, റിയൽ എസ്റ്റേറ്റ് ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആ ഇൻവെസ്റ്റ്മെന്റ് മോഡലിൽ പോവുക, അതിൽ നിന്നും എന്താണ് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ റിയൽ എസ്റ്റേറ്റ് ആണ്, അതൊരു ഫിക്സഡ് അസറ്റ് ആണ്. അപ്പൊ ഒരു മൂവബിൾ അസറ്റ്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്, എൻ്റെ ഏറ്റവും വലിയ അനുഭവ സമ്പത്ത് ചെറുപ്പം മുതലേ ഞാൻ ജ്വല്ലറി കാണുകയാണ്. കാരണം ഓട്ടോമൊബൈൽ ബിസിനസ് ഞങ്ങളെ ഗ്രാൻഡ് ഫാദറിന് ഉണ്ടെങ്കിലും അവിടെ പോയിരിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം ജ്വല്ലറി ബിസിനസ്സിലാകുമ്പോൾ കുറച്ച് റീറ്റെയിലിംഗ് ആയതുകൊണ്ട് കുറെ ആളുകളും ആയിട്ട് ബന്ധപ്പെടാനായതുകൊണ്ട് ചെറുപ്പം മുതലേ ഞാൻ ജ്വല്ലറിയിലായിരുന്നു. പിന്നെ മലബാർ ഗോൾഡ് ജ്വല്ലറി. അപ്പൊ ആ ഒരു ഏതൊരു ബിസിനസിന്റെയും ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റിയും അതേപോലെ തന്നെ എന്താണ് ആ പ്രൊമോട്ടർ അല്ലെങ്കിൽ അതിന്റെ കപ്പാസിറ്റിയുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ രണ്ടും കൂടി മെർജ് ചെയ്യുമ്പോഴാണ് ബിസിനസ് സക്സസ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജ്വല്ലറി മേഖലയിലും ബിസിനസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിലുണ്ട്. ജ്വല്ലറി മാർക്കറ്റ് ഇന്ത്യ ഈസ് എ സെക്കൻഡ് ലാർജസ്റ്റ് മാർക്കറ്റാണ്. ലോകത്തിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് മാർക്കറ്റാണ് ജ്വല്ലറി മാർക്കറ്റ് എന്ന് പറയുന്നത്. തേർഡ് ഹയസ്റ്റ് കൺസ്യൂമിങ് പ്രൊഡക്റ്റ് ആണ് ഇന്ത്യൻ മാർക്കറ്റ്. അപ്പൊ ഒരു ഇന്ത്യൻ ബ്രാൻഡ് തുടങ്ങാന്നുള്ളതാണ്. അന്നിപ്പോ മുറിക്കാപ്പ് എന്നുള്ളതായിരുന്നു ഞങ്ങൾ റിസോർട്ടിന്റെ പേര്. രണ്ടാമത്തെ റിസോർട്ടിന്റെ പേര് ലോഡ്സ് 83 എന്നാണ്. നമ്മൾ ഇതിന്റെ പേര് കൊടുത്തത് നിഷ്ക എന്നാണ്. നിഷ്ക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ് ഇന്ത്യൻ നെയിമാണ്. ഞാൻ ഒരുപാട് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തു. ഇപ്പൊ തനിഷ്ക് എന്ന് പറയുന്നത് ടാറ്റ ഗോൾഡ് ആണ്. അപ്പൊ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ നിഷ്ക എന്നുള്ളൊരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം നിഷ്ക എന്ന് പറഞ്ഞാൽ വേർഡ് മീനിങ് ഗോൾഡ്, പ്യുവർ, ഓണസ്റ്റ് എന്നുള്ളതാണ്. അതൊരു സാൻസ്ക്രിറ്റ് വേർഡാണ്. അതൊരു ഫീമെയിൽ നെയിമാണ്. യൂഷ്വലി നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്നതാണ്. അപ്പൊ ആദ്യം നമ്മൾ ബ്രാൻഡിനെ കുറിച്ച് ഡിസൈൻ ചെയ്യും. കാരണം ബ്രാൻഡ് ആരാണ് ടാർഗറ്റഡ് ഓഡിയൻസ്, ഇന്ത്യൻ കസ്റ്റമർ അക്രോസ് ദ ഗ്ലോബാണ്. അപ്പൊ അങ്ങനെ ഒരു ഗ്ലോബൽ ബ്രാൻഡ് ആക്കുക. ആസ് എ ക്രിക്കറ്റർ എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആണ്. ഈ ഓപ്പണിംഗ് ബാറ്റ്സ്മാന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടീമിന് ആദ്യത്തെ സെഞ്ചുറി അടിച്ചു കൊടുക്കലാണ്. ആ സെഞ്ചുറി സക്സസ് ആയാൽ ആ ടീം സക്സസ് ആയിരുന്നതാണ്. അപ്പൊ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഇടുന്നതാണ് എപ്പോഴും സെഞ്ചുറി. അപ്പൊ എന്റെ ജീവിതത്തിൽ ഈ ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയതുകൊണ്ട് ഈ 100 എന്നുള്ള പ്ലാന് ആദ്യത്തെ 10 ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് എന്റെ ലൈഫിലെ എല്ലാ പ്രതിസന്ധികളും ഞാൻ നേരിട്ടത് ക്രിക്കറ്റ് കളിക്കും. കാരണം ഞാൻ വളരെ പാഷനായിട്ട് ആയിട്ട് കളിക്കുന്ന ആളാണ്. അപ്പൊ എല്ലാ ആളുകൾക്കും എന്താണ് നമ്മളെ ഓഡിയൻസിന് എന്താണ് ദേ വോണ്ട് ടു മീ ടു ഹിറ്റ് ദ സെഞ്ചുറി എന്നുള്ളതാണ്. സെഞ്ചുറി അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 50 അടിച്ചു കഴിഞ്ഞാൽ എന്താണ് അവള് ആ കളി മാച്ച് ജയിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആ ഒരു സെഞ്ചുറിന്റെ ഫോർമാറ്റിലാണ് 100 എന്നുള്ളൊരു വിഷൻ ഉണ്ടാക്കിയത്. അപ്പൊ എൻ്റെ ഒരു ചെറിയ ആഗ്രഹം വയനാട് എന്നുള്ള കുഗ്രാമത്തുനിന്ന് ഒരു ലോകോത്തര ബ്രാൻഡാക്കി മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ എന്താണ് ഈ ഒരു കൺസെപ്റ്റ് എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ദുബായ് ആണ്. ദുബായ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹബ് ഓഫ് ലബോറട്ടറി ഫോർ ഓൾ എന്നുള്ളതാണ്. ഗ്ലോബൽ മാർക്കിന്റെ ലാബോറട്ടറി ആണ് ശരിക്ക് ദുബായ് എന്ന് പറയുന്നത്. കാരണം എല്ലാ രാജ്യത്തിലുള്ള ആളുകൾ, ഏകദേശം 220 കൺട്രിയിലുള്ള ആളുകൾ നമ്മൾ ബ്രാൻഡിനെ കുറിച്ച് കാണുകയാണ്. ആ ബ്രാൻഡ് നമ്മളിവിടെ ലോഞ്ച് ചെയ്തു. അപ്പൊ ഞങ്ങളൊരു വിഷൻ പ്ലാന് 2033 ആകുമ്പോഴത്തേക്ക് നമ്മളൊരു ഗ്ലോബൽ ബ്രാൻഡായി മാറി. അങ്ങനെ ആ വിഷൻ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. കാരണം ഒരു സെഞ്ചുറി അടിക്കുമ്പോൾ ക്രിക്കറ്റിന്റെ തിയറി ആദ്യത്തെ 50 ഒരു റണ്ണാണ്, രണ്ടാമത്തെ 50 വേറെ റണ്ണ്. ഇപ്പൊ രണ്ട് പ്ലേയേഴ്സിന് ഒരു കളിക്കുമ്പോൾ രണ്ടാൾക്കാരുണ്ട്, കുറെ സ്ത്രീകളുണ്ട്, അവർക്ക് ക്രിക്കറ്റിന് താല്പര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല.
അപ്പൊ അപ്പുറത്തൊരു ബാറ്റ്സ്മാൻ ഉണ്ടെങ്കിൽ അപ്പുറത്തെ റണ്ണർ ഉണ്ടാവും, രണ്ടാളും കൂടി 50 അടിക്കണം. അപ്പൊ രണ്ടായി ഡിവൈഡ്. ഇന്ത്യൻ ഓപ്പറേഷനിൽ നമ്മൾ എന്താണ് 50 സ്റ്റോറും, അതേപോലെ തന്നെ ഇന്റർനാഷണൽ ഓപ്പറേഷനിൽ നമ്മൾ 50 സ്റ്റോർ ആക്കി നമ്മൾ ഡിവൈഡ്, അതിന് സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ അതങ്ങനെ ഗ്ലോബൽ ബ്രാൻഡ് എന്നുള്ള ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമ്മൾ ദുബായിൽ നിന്നാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആദ്യത്തെ ലക്ഷ്യം 10 ഷോറൂം നമ്മൾ ദുബായിലാക്കുകയാണ് ആദ്യത്തെ 3 വർഷം കൊണ്ട്. മാഷാ അല്ലാഹ് ഇപ്പൊ നമുക്ക് എന്താണ് 10 ഷോറൂമിന്റെ ഏകദേശം 6 ഷോറൂം ഉദ്ഘാടന 5 ഷോറൂം ഏകദേശം ഉദ്ഘാടനം കഴിഞ്ഞു. ഇനി ഏകദേശം 4 ഷോറൂം എന്താണ് നമ്മൾ ഇവിടാണ്. 10ാമത്തെ ഷോറൂം ഇൻഷാ അല്ലാഹ് നമ്മളൊരു ആഗ്രഹവും സ്വപ്നവും എന്ന് പറയുന്നത് UK തുടങ്ങുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ ഓപ്പറേഷനിൽ നമ്മൾ എന്താണ് ഫസ്റ്റ് നമ്മൾ ഇവിടെ തുടങ്ങുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ കാലിക്കറ്റ് ആണ് തുടങ്ങുന്നത്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കണക്റ്റഡ് ആണ്. അപ്പൊ ഈ ഒരു സംരംഭം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഇമാജിൻ വെരി ഷോർട്ട് സ്പാൻ ആണ്. അതായത് എന്റെ ആദ്യത്തെ പ്രോജക്റ്റ് 2019 കഴിഞ്ഞിട്ടാണെങ്കിലും 2020 കൂടിയിട്ടാണ് ഓപ്പറേഷൻ ആയി, 21 കൂടിയിട്ടാണ്. പാസ്റ്റ് 5 ഇയേഴ്സ് കൊണ്ട് 5 ലക്ഷം എന്നുള്ള ഇൻവെസ്റ്റ്മെന്റിൽ ഞാൻ തുടങ്ങിയ ബിസിനസ് ഇന്നത്തെ അതിന്റെ ഒരു ക്യാപിറ്റൽ മൂല്യം എന്ന് പറയുന്നത്, കമ്പനീന്റെ ഇന്നത്തെ മൂല്യം എന്ന് പറയുന്നത് ഏകദേശം 1200 കോടിയാണ്. 700 ആളുകൾ ഈ ഒരു സംരംഭത്തിലേക്ക് ഭാഗവാക്കായി. ഇതിനോട് എന്താണ് എന്റെ യാത്രയിൽ എന്താണ് കുറെ ആളുകൾ ജോയിൻ ചെയ്തു. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ആയിട്ട് ഞങ്ങൾ ഒരു വിഷൻ പ്ലാൻ തന്നതിൽ വിത്തിൻ 6 വർഷം കൊണ്ട് എന്താണ് IPOയിലേക്ക് പോവാന്നുള്ളതാണ്. അപ്പൊ അന്നൊക്കെ ഗോൾഡിന്റെ പ്രൈസ് കൂടാണ്. ഞാൻ 2023 തുടങ്ങുന്നത്. അന്ന് കുറെ ആൾക്കാർ എന്നെ ഉപദേശിക്കുകയാണ് ഗോൾഡിന് ഇത്രയും വലിയ പൈസ നിങ്ങൾ ജ്വല്ലറി തുടങ്ങിയിട്ട് എന്താ ചെയ്യാൻ. ഇപ്പൊ ഏകദേശം എന്താണ് അന്ന് 200 ദിർഹമാണ് ഉണ്ടായിരുന്നത്, ഇന്നത്രയാണ് അത് ഏകദേശം 500 ദിർഹം, അറൌണ്ട് 150% ഗ്രോ ചെയ്യുന്നതാണ്. ഇൻവെസ്റ്റേഴ്സിന് അതിൻ്റെതായ ഗ്രോത്തും, മുറിക്കാപ്പ് ആണെങ്കിലും ലോഡ്സ് ആണെങ്കിലും വളരെ സക്സസ്ഫുൾ ആയിട്ട് അതിൽ മുതൽ മുടക്കിയ ആളുകൾക്ക് അപ്പൊ ഞങ്ങളൊരു വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാല്യൂ എന്ന് പറയുന്നത് വെറും ഇൻവെസ്റ്റേഴ്സും ഈ ബിസിനസ്സും ലാഭവും മാത്രമല്ല. ഈ വാല്യൂയിൽ എന്താണ് എൻ്റെ ഒരു ലക്ഷ്യം, എൻ്റെ ഗ്രാൻഡ് ഫാദേഴ്സും ഒക്കെ എന്നെ പഠിപ്പിച്ചെന്താണ് ഒരു നാടിനും കൂടി സപ്പോർട്ട് ആവുന്ന രീതിയിലും ഒരു സമൂഹത്തിന് സപ്പോർട്ട്, നമ്മളെ കാണുന്ന ആളുകൾക്ക് ഒരു സപ്പോർട്ടീവായി മാറുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം. അപ്പൊ അതിനൊരു വാല്യൂ ഞങ്ങൾ സെറ്റ് ചെയ്ത് ഫെയർ റിട്ടേൺ ഓൺ ദെയർ ഇൻവെസ്റ്റ്മെന്റ്, എല്ലാവർക്കും എന്താണ് ലാഭം ഫെയർ ആയിട്ട് കൊടുക്കുക. ഫെയർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മറ്റുള്ളവരെ ചീറ്റ് ചെയ്യാതെ നമ്മൾ എംപ്ലോയീസിനാണെങ്കിലും മാന്യമായിട്ടുള്ള സാലറി, റീസണബിൾ ആയിട്ടുള്ള ഒരു വർക്ക് എൻവയറമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് അവർ ഇൻഡസ്ട്രിയിലെ ബെസ്റ്റ് പ്രാക്ടീസാണ് നമ്മൾ ചെയ്യുന്നത്. പോളിസീസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ എംപ്ലോയീസിനെ നോക്കുകയാണ് അങ്ങനെ കസ്റ്റമേഴ്സിന്റെ വാല്യൂ ഫോർ ദെയർ മണി, അവര് മുതൽ മുടക്കണം. നമ്മൾ വോളിയം കൂടുതൽ ചെയ്ത് മുറിക്കാപ്പ് ഒരു റീസണബിൾ പ്രൈസിലാണ്. ആ ഒരു ഫെസിലിറ്റീസിന് ആ റീസണബിൾ വാല്യൂ നമ്മൾ കൊടുക്കുന്നതിന്റെ അവർ കൊടുക്കുന്നതിന് ഒരു മൂല്യം നമ്മൾ എന്താണ് ആ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഗവേണൻസ് സിസ്റ്റം, നമ്മൾ ഒരു ടാക്സ് വെട്ടിപ്പിലൂടെയോ മറ്റൊരു ബിസിനസ്സിലൂടെയോ. അപ്പൊ അതെന്താണ് ഒരാളെയും വഞ്ചിക്കാതെ രാജ്യത്തിനെ വഞ്ചിക്കലും തെറ്റന്നെയാണ്. പലരും എന്താണ് GST വെട്ടിക്കുന്നതൊക്കെ നല്ലതാണെന്ന് പറയുന്ന ആളുകളുണ്ട്, അതിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇതെല്ലാം കൊടുത്തുകൊണ്ട് അതിലൊരു സർട്ടൻ പെർസെൻറ്റേജ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, തൊഴിലെടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് നമ്മൾ കൂടെ ഏകദേശം 600 എംപ്ലോയീസ് ആയി നമ്മൾ ഈ ഒരു 4 വർഷം കൊണ്ട്. അത്രയും എംപ്ലോയ്മെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ അത്രയും ഇൻവെസ്റ്റേഴ്സിന് എന്താണ് അവർക്കൊരു മന്ത്ലി ഇൻകം എന്നുള്ള രീതിയിലുള്ള ഒരു ബിസിനസ് മോഡൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ടാക്സ് അടച്ചതിനുള്ള ബെസ്റ്റ് അവാർഡുള്ള കമ്പനിയാണ് ഇന്ന് മുറിക്കാപ്പ് റിസോർട്ട്. ലോകത്തിൽ തന്നെ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് റിസോർട്ട് ഒരു കാറ്റഗറിയിൽ നമ്മൾ എന്താണ് ഇന്ത്യ എന്നുള്ള ഒരു കാറ്റഗറിയിൽ നമ്മൾ ചൂസ് ചെയ്ത് ബെസ്റ്റ് ഹോട്ടൽ എന്നുള്ളത് ട്രിപ്പ് അഡ്വൈസർ ആണ്. ജെന്യൂൻ റിവ്യൂ ആണ്. ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു കൂടുതലും ജെന്യൂൻ ആയിട്ടുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റ് ഒരുപാട് ടാക്സ് നമ്മൾ കൊടുത്തിട്ട് ബെസ്റ്റ് ടാക്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കമ്പനി ആയിട്ടുള്ളത് മാറിയിട്ടുണ്ട്. എംപ്ലോയീസിന്റെ ഹാപ്പിനെസ്സിലും നമ്മൾ എന്താണ് കൂടുതൽ വെരി ലോ അട്രീഷൻ ആണ് നമ്മളെടുത്തുള്ളത്. നമ്മൾ ഒരുപാട് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ലാഭത്തിൽ ഒരു നിശ്ചിത ശതമാനം മാറ്റി വെച്ചുകൊണ്ട് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട്, അതായത് സമൂഹത്തിലെ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ യാത്രകളിലൊക്കെ മനസ്സിലാക്കിയത് യൂറോപ്യൻ കൺട്രി പോലെ എന്താണ് നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ബിസിനസ്സിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഐ ഹാവ് ടേക്കൺ ഇനഫ് ടൈം. അപ്പൊ ഞങ്ങൾ എന്താണ് ജീവിതത്തിലേക്ക് ലക്ഷ്യമാണ്. ഇപ്പം 10 ഷോറൂമാണ് നമുക്കുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ട്. ഞങ്ങളെ ജ്വല്ലറി ഇവിടെ കാലിക്കറ്റ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾ തന്ന ടൈമിനെക്കാട്ടി കൂടുതൽ ടൈം എടുത്തെന്ന് തോന്നുന്നു. ഐ എം റിയലി സോറി. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്.
ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. വളരെ വിശദമായിട്ട് തന്നെ താങ്കളുടെ സ്റ്റോറി പറഞ്ഞു. പലർക്കും അത് ഇൻസ്പയർ ആയിട്ടുണ്ട്. പലർക്കും അതുപോലെ സ്വപ്നങ്ങൾ കാണാനും ജീവിതത്തിൽ പലതും നേടിയെടുക്കാനൊക്കെ പ്രചോദനമായിട്ടുണ്ട്. ഇനി കുറച്ച് ചോദ്യങ്ങൾ സാറോട് ചോദിക്കുന്നു. പിന്നെ ആദ്യം ബഹുമാനപ്പെട്ട ചെയർമാൻ സംസാരിക്കും. ചെയർമാൻ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ആൾ. വളരെ സന്തോഷകരമായ ഒരു സെഷനിലാണ് ഇന്ന് രാവിലെ തന്നെ നമുക്ക് കൂടാൻ പറ്റിയത്. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നിഷിൻ തസ്ലീം സാറിന് തന്നെയാണ് കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മളെ എന്താ പറയുക, വലിയ തിരമാലകൾക്ക് മേലെ കൂടി ഇങ്ങനെ ഒഴുക്കി 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 ഉയരത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഫീലാണ് കിട്ടിയത്. അദ്ദേഹത്തിന്റെ പല ഉയർച്ചകളും താഴ്ചകളും ഒക്കെ നമ്മളെ അതിന്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ട് നമ്മൾ ശരിക്കും ആസ്വദിച്ചുകൊണ്ട് ഫീൽ ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പോയിന്റ് പ്രതിസന്ധികളെ ആസ്വദിച്ചു എന്നുള്ളതാണ്. പ്രതിസന്ധികളെ ആസ്വദിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അതേപോലെ ഒരു കംഫർട്ട് സോണിലും അയാൾ കുടുങ്ങിക്കിടുന്നില്ല. എന്താണോ പുതിയ സാഹചര്യത്തിൽ പഠിക്കേണ്ടത്, അത് പഠിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. ഇപ്പോഴും പഠിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ആ ഒരു എബിലിറ്റിയാണ് ഈ ആളുകളെ സക്സസിലേക്ക് എത്തിക്കുന്നതെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു തന്നത്. അപ്പോ വെറുതെ നമ്മള് സ്വപ്നം കൊണ്ടത് കൊണ്ട് മാത്രം അവിടേക്ക് എത്തുകയില്ല. അതിൻ്റെതായ കാര്യങ്ങൾ റിസ്ക് എടുക്കണം, പഠിക്കേണ്ടത് പഠിക്കണം. അങ്ങനെ മറ്റുള്ളവരുടെ സപ്പോർട്ടും കൂടി ഇതിന് വേണം എന്നുള്ളത്, ഫാമിലി സപ്പോർട്ട് കൂടാതെ സൊസൈറ്റിയുടെ സപ്പോർട്ട് എല്ലാം അദ്ദേഹം സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ടാണ് യാത്ര തുടരുന്നത് എന്നാണ്. അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഇനി ഒരുപാട് ആളുകൾ ഹാൻഡ് റൈസ് ചെയ്തിട്ട് ചോദിക്കാനുണ്ട്. സമയം കൂടുതൽ എടുത്താൽ എല്ലാവർക്കും അതിന്റെ പങ്കാളിത്തം വഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വളരെ നന്ദി സാർ. എനിക്ക് കേട്ടതിൽ വെച്ച് ഏറ്റവും നല്ല ആകർഷകമായ ഒരു സംസ്ഥാനമായ താങ്കളുടെ ഈ സക്സസ് സ്റ്റോറി എൻ്റെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതിന് വളരെയധികം നന്ദി. ഇനി ഞങ്ങളെ ഈ കമ്മ്യൂണിറ്റിക്ക് താങ്കളെ എപ്പോഴും ആവശ്യമുണ്ട്. ഞങ്ങൾ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും എന്ന് പ്രത്യേകം പറയുന്നു. വളരെ നന്ദി. എല്ലാവരെയും ഷെയറിങ്ങിനായി ക്ഷണിക്കുന്നു. ഓക്കെ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എല്ലാവരും 30 സെക്കൻഡ്സ് കൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അധികം ഇൻട്രൊഡക്ഷൻസ് വേണ്ട, നേരിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോവുക. സോ വിൽ സേവ് ടൈം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ആരാണ്? സാബിറാണ് ആദ്യം ഉയർത്തി. ചെയർമാൻ മാക്കുൽ മാസ്റ്റർ. മാക്കുൽ മാഷ് ആയിക്കോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. ഗുഡ് മോർണിംഗ് സർ. നേരിട്ട് പറയാം, അഭിനന്ദനങ്ങള് ഞങ്ങള് നന്ദി ഹൃദയാന്തരങ്ങളിൽ സൂക്ഷിക്കുകയാണ്, പ്രകടിപ്പിക്കുന്നില്ല. ഒരു കാര്യം, ഗ്രാൻഡ് മാസ്റ്റർ CK റാഷിദ് സാറ് 2 വർഷമായിട്ട് ഞങ്ങൾക്ക് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനഃശാസ്ത്രമാണ് സാറിന്റെ ബിസിനസ് വളർച്ചയിലും കണ്ടത്. ലോ ഓഫ് അട്രാക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ. എൻ്റെ ചോദ്യം, എക്സ്റ്റേണൽ ആയിട്ടുള്ള പല പ്രതിസന്ധികളും റിസോർട്ടൊക്കെ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അനുഭവത്തിൽ ഉണ്ടായി. ഫ്ലഡ്, നിപ്പ, അങ്ങനെ നോട്ട് നിരോധനം പലതും. അതേസമയം നിങ്ങൾ ബിസിനസ് വളർച്ചയിൽ ഇൻവെസ്റ്റേഴ്സിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സിനെ സ്വീകരിക്കാതെ തന്നെ പല ബിസിനസ്സും ഉയർച്ചയിലെത്താം. പക്ഷേ ഇൻവെസ്റ്റേഴ്സിനെ നിങ്ങൾ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്റേണലായിട്ട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും പറയപ്പെടുന്നത് ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നതാണ്. അതൊന്നും ഇല്ലാതെ എങ്ങനെ വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ന്യായമായ സംശയം. ഓക്കെ, ഇതിന്റെ ഒരു ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രൊമോട്ടർ കപ്പാസിറ്റിയാണ്. അപ്പൊ നമ്മളിലൂടെ ട്രസ്റ്റ് ചെയ്യണം. ഇപ്പം ബിസിനസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു സാധനമല്ല. അപ്പൊ അതിൽ നിന്ന് എന്താണ് ഒരാൾ ഉയർത്തെഴുന്നേച്ച് വരാണ്, അതിൽ നിന്നെന്താണ് നമ്മളൊരു കൂട്ടായ്മയിലൂടെ വലിയ വിജയം നേടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ എല്ലാവർക്കും ഈ ഒരു ഗ്രൂപ്പിലുള്ള പല ആളുകൾക്കും പല കഴിവുകളുള്ള ആളുകളായിരിക്കും.
അപ്പോൾ സ്വന്തം കഴിവിലുള്ള വിശ്വാസമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ആളുകളാണ്. ഇപ്പൊ എല്ലാവർക്കും എന്താണ് ഒരു ജ്വല്ലറി തുടങ്ങാൻ ഇറ്റ്സ് നോട്ട് ഈസി അല്ല. അപ്പൊ അതിന് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ വാല്യൂസിനാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ 5 വാല്യൂസ് നമ്മൾ എന്താണ് കൂടെ മുറുക്കി പിടിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫെയർ റിട്ടേൺ ഓൺ ദയർ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ അത് നമ്മൾ വളരെ ക്ലാരിറ്റിയോടുകൂടി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരാൾ ബിസിനസ്സിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇതിന്റെ ഫൈനാൻഷ്യൽസ് എന്താണ്, ഇതിന്റെ ബിസിനസ് സ്ട്രാറ്റജി എന്താണ്, ഇതിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്, ഈ കമ്പനി എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യുന്നത്. അങ്ങനെ നീണ്ട 2 മണിക്കൂറിലെ കംപ്ലീറ്റ് കോൺവെർസേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് നടക്കുള്ളൂ. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അത് ക്ലാരിറ്റിയോടുകൂടി നമ്മൾ കമ്മ്യൂണിറ്റി ചെയ്യുക. അതിനൊരു സ്ട്രക്ചർ SOP പ്രൊസീജിയർ നമ്മൾ സിസ്റ്റം ഡ്രൈവ് ചെയ്യുക. ഇപ്പൊ നമ്മളെല്ലാം എന്താണ് ഇപ്പൊ വളരെ ടെക്നോളജി എന്താണ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. ഇപ്പൊ ഒരു ഇൻവെസ്റ്റർ ഓൺ ബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റേഴ്സിന് എന്താണ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമ്മൾ ആപ്പിലൂടെ അവർക്ക് കാണാം. അവരെല്ലാ കാര്യങ്ങളും എന്താണ് നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ട് ബിസിനസ്. അപ്പൊ നമ്മളെന്താണ് അൺഎത്തിക്കൽ പ്രാക്ടീസ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നില്ല, എല്ലാം ട്രാൻസ്പെറന്റ് ആണ്. വി വർക്ക് ലൈക്ക് എന്താണ് ഒരു പബ്ലിക് കമ്പനീന്റെ ഒരു സ്ട്രക്ചറിലാണ് കമ്പനീന്റെ ഓഡിറ്റിംഗ് റിപ്പോർട്ട് അവർക്ക് എന്താണ് നമ്മൾ ഇയർലി അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അവരെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. ബിസിനസ്സിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പൊ എല്ലാം നമ്മൾ എന്താണ് നല്ലത് മാത്രം വരും വിചാരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. നാട്ടിലുള്ള പല ഇൻവെസ്റ്റ്മെന്റ് രീതികൾ എന്ന് പറയുന്നത് 1 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ 1000 കിട്ടും എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ബിസിനസ്സിൽ ലാഭം ഉണ്ടാവും നഷ്ടം ഉണ്ടാവുന്നുണ്ട്. അതാണല്ലോ ബിസിനസ്. അതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ഇത് എങ്ങനെ ലാഭം ഉണ്ടാവും, ഇത് എന്തൊക്കെ രീതികളിൽ നഷ്ടം ഉണ്ടാവാം എന്നതിനെ കുറിച്ചിട്ട് ആദ്യം ബോധ്യപ്പെടുത്താം. ഞങ്ങൾ ഒരിക്കലും ഒരു ഇൻവെസ്റ്റേഴ്സിനോട് ഇൻവെസ്റ്റ്മെന്റ് പിച്ച് നടത്താറില്ല. ഞങ്ങൾ എന്താണ് ഈ പ്രസന്റ് ചെയ്ത് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രമാണ്. ഒരിക്കലും ഞങ്ങൾ ഇതിന് വേണ്ടി മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് നിങ്ങൾ നിർബന്ധം പിടിച്ചിട്ടോ അല്ലെങ്കിൽ എന്താണ് പല വ്യാജമായ ഓഫറുകൾ കൊടുത്തിട്ടോ ഇത്രയാണ് മാർക്കറ്റിൽ ഇത്രയാണ്. ഇപ്പൊ നമ്മൾ വളരെ സയന്റിഫിക് അപ്രോച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് നമ്മൾ സയന്റിഫിക് ആണ്. അപ്പൊ നമ്മളൊരു ഇപ്പൊ കാലിക്കറ്റ് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമ്മളെ പൊസിഷൻ എവിടെയാണ്, വാട്ട് ഈസ് ദ മാർക്കറ്റ് ഡൂയിങ്, ആ മാർക്കറ്റിന്റെ കപ്പാസിറ്റി എത്ര ഉണ്ട്, അതിന് നമുക്ക് എത്ര ഇങ്ങനെ ഈ രീതികളിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര മാർക്കറ്റ് ഷെയർ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു ഫീസിബിലിറ്റി സ്റ്റഡി വെച്ചിട്ടാണ് നമ്മൾ ബിസിനസ് ആ മാർക്കറ്റ് ഷെയർ എത്ര എടുക്കാൻ പറ്റും ഇത് വ്യക്തമായിട്ട് ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ടാണ് നമ്മൾ എല്ലാ ബിസിനസ്സും ചെയ്യുന്നത്. അപ്പൊ നമ്മളെ കാര്യങ്ങൾ എന്താണ് ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആ ക്ലാരിറ്റി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ആളുകൾ ചോദിക്കുമ്പോൾ എന്താണ് പിന്നെ ഞാൻ ഈ സംസാരിക്കുന്ന പോലെ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് സംസാരിക്കുക. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു മാനേജ് ചെയ്യുന്ന ടെക്നിക്ക്. കൂടുതൽ എന്താണ് നമ്മൾ സീരിയസ് ആവേണ്ട കാര്യങ്ങൾ എന്താണ് എല്ലാവരും നല്ല ആൾക്കാരാണ്. ഇപ്പൊ എന്റെ ഒരു വിശ്വാസം 90% ആളുകളും വളരെ നല്ലതാണ്. പിന്നെ 10% ആളുകൾക്ക് എന്താണ് പല പ്രശ്നങ്ങളും ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുക. ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും വരുമ്പോൾ ആ 10%-ത്തിലുള്ള ആളാണ് നമ്മൾ വിചാരിച്ചാൽ മതി. ബാക്കി 90 ആൾക്കാർ നല്ലതാണ്. ആ നല്ലത് നമ്മൾ വെച്ചിട്ട് ആ മോശമുള്ളത് നമ്മൾ കരിച്ചു കഴിഞ്ഞാൽ മതിയല്ലോ. ബാക്കി എല്ലാവരും നല്ല ആളുകളും നല്ല ആളുകൾക്ക് എന്താണ് ഇപ്പോഴത്തെ കാലത്ത് എല്ലാം അഡ്വാൻസ്ഡ് ആണ്. ഇപ്പൊ ആരെയും ചീറ്റ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സിൽ എന്താണ് ആളുകൾക്ക് എന്താണ് ജെമിനിയിൽ അടിച്ചു നോക്കിയാൽ മതി ഈ ബിസിനസ്സിന് എത്ര ലാഭം കിട്ടും, ഇവിടെ എത്ര മാർക്കറ്റ് ഷെയർ ഉണ്ട്. ജസ്റ്റ് ഞാൻ പറയുന്നത് വാലിഡേറ്റ് ചെയ്താൽ മതി. അപ്പൊ അത് എന്താണ് ഒരു ഫേക്ക് എന്താണ് ഇത് കമ്മിറ്റ്മെന്റ്സ് ഒന്നും ആർക്കും കൊടുക്കാൻ പറ്റില്ല. ആളുകൾ എല്ലാവരും ബുദ്ധിയുള്ള ആൾക്കാരാണ്. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളും തീർന്നു. ഓക്കെ, താങ്ക് യു സാർ. ഒരുപാട് ആളുകൾ ഹാൻഡ് റൈസ് ചെയ്തോണ്ടേ എല്ലാവരും കൂടിയിട്ട് കുറേശ്ശെ അവരുടെ സംശയം പറഞ്ഞ് ഒന്നിച്ചൊരു മറുപടി പറഞ്ഞാൽ മതിയെന്ന് തോന്നുന്നുണ്ട്, സമയം അധികം ആയതുകൊണ്ട്. ജമീല ടീച്ചർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടോ? റംല മാം. ഹലോ, ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും. നല്ലൊരു സെഷൻ, വളരെ നല്ലൊരു സെഷൻ. വളരെ വിശദമായി ചോദ്യങ്ങൾ സംശയങ്ങൾ ചോദിക്കാത്ത വിധം എല്ലാം അതിൽ നിന്നേ നമുക്ക് ആൻസർ കിട്ടി. വളരെ സന്തോഷം. പിന്നെ എനിക്ക് പ്രത്യേകമായിട്ട് ഒരു ആഡ് ചെയ്യാൻ തോന്നുന്നത് എന്താ വെച്ചാൽ ഒരു ഫാമിലിയും നമ്മളുടെ കൾച്ചറും എത്രത്തോളം നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു അതിന് വിജയകരമായി ഉപയോഗിക്കാൻ പറ്റിയെന്ന് മനസ്സിലാക്കിയതാണ്. പ്രത്യേകിച്ച് മലബാർ കൾച്ചർ, നമ്മളുടെ ഫാമിലീസ് അത് ഏത് രീതിയിൽ എത്രത്തോളം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് പോകാൻ പറ്റിയെന്ന് പറയുമ്പോൾ ഇന്ന് കേൾക്കുമ്പോൾ വളരെ അഭിമാനം സന്തോഷം തോന്നുന്നു. താങ്ക് യു സോ മച്ച്. കുറെ സമയം ഉണ്ടല്ലോ. അഷ്റഫ് മൈലാഞ്ചി നമ്മളെ പ്രോഗ്രാമിലുള്ള 3 പേരാണ്. അഷ്റഫ് മൈലാഞ്ചി ഉണ്ടോ?
ഇല്ല, അടുത്ത ആളെ വിളിച്ചോളൂ. ഓക്കെ, അടുത്തത് പ്രയോറിറ്റി ആരാണ് എൻട്രി ചെയ്തത് നോക്കിയിട്ടുണ്ടോ? ഷാക്കിറാണ് തോന്നുന്നു. ഷാക്കിർ അതിനെ ചെയ്തിട്ടുണ്ട് സർ. യെസ്. പ്രദീപ് കുമാർ സാർ എൻട്രി ചെയ്തു. ഷാക്കിർ അല്ലെങ്കിൽ പ്രദീപ് കുമാർ സാർ പറഞ്ഞോട്ടെ. പ്രീതകുമാർ സാർ അല്ലേ? പ്രീതകുമാർ സാർ. പ്രീതകുമാർ സാർ, യെസ്. ഗുഡ് മോർണിംഗ്. വളരെ നല്ല ക്ലാസ് ആണ് രാവിലെ കേട്ടത്. എന്റെ നേരെ വരുന്ന ഓരോ പന്തും റണ്ണാക്കി മാറ്റുന്ന, റൺമഴ പെയ്പ്പിച്ചുകൊണ്ട് ബിസിനസ്സിൽ ഫ്ലർഷ് ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തെയാണ് രാവിലെ കേൾക്കുവാൻ കഴിഞ്ഞത്. തന്റെ സ്വന്തം നാടിനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ആ വാക്കുകളിലൂടെ മനസ്സിലാക്കുന്നു. മോറിക്കാപ്പ് റിസോർട്ടിന്റെ ടാഗ് ലൈൻ തന്നെ കേരളത്തിന്റെ സ്വിറ്റ്സർലൻഡ് ആണ്. സന്ദർശിക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്തായാലും സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ റൺമഴ പെയ്പ്പിച്ചുകൊണ്ട് ബിസിനസ് രംഗത്ത് നേരിടുമ്പോൾ ബിസിനസ്സുകാർ നേരിടുന്ന ഒരുപാട് വെല്ലുവിളികൾ ഉണ്ട്. സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്, വിപണനവും മത്സരവും ഉണ്ട്, നിയമപരമായ കാര്യങ്ങളുണ്ട്, മാനേജ്മെന്റ്, ജീവനക്കാരുടെ കാര്യങ്ങൾ, സാങ്കേതികമായ മുന്നേറ്റം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട് ഈ യാത്രയിൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്തരത്തിലുള്ള പ്രയാസങ്ങളെ എങ്ങനെയാണ് നേരിട്ടുകൊണ്ട് ഈ ഉയർച്ചയിലേക്ക് എത്തിയത്? അത്തരം അവസരങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? അങ്ങനെ മനസ്സ് തളർന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പോയിട്ടുണ്ടോ? അങ്ങനെ കരുത്ത് നൽകിയ വിഷയങ്ങൾ എന്തൊക്കെയാണെന്നാണ് എന്റെ ചോദ്യം. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു പ്രീതകുമാർ സാർ. ജമീൽ ടീച്ചർ സംസാരിച്ചോളൂ. ഓക്കെ, ഗുഡ് മോർണിംഗ് ആൾ. സാറ് CIRS മാത്രയിലാണല്ലോ പഠിച്ചിരുന്നതെന്ന് പറഞ്ഞില്ലേ? ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് സാർ. 93, 94 ഞാൻ അവിടെ ടീച്ചറായിട്ടുണ്ടായിരുന്നു. എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സ്കൂളിലാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഇമ്പിച്ചിക്കോയ പ്രസിഡന്റ് ആയ സമയത്ത്, പ്രിൻസിപ്പൾ ആയിരുന്ന സമയത്ത്. ചിലപ്പോ ഞാൻ നിങ്ങളുടെ സ്റ്റുഡന്റ് ഒക്കെ ആയിരിക്കും. എന്താ അറിയില്ല, അപ്പൊ അറിയില്ലല്ലോ നമുക്ക്. ആ സമയത്ത് ചെറിയ കുട്ടിയായിരിക്കും, നമുക്കത് ഓർമ്മ ഉണ്ടാവില്ല. മോർ പവർ ടു യു സാർ. ഏതായാലും ഇനിയും ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. മോർ പവർ ടു യു സാർ. ചെയർമാൻ, ഒരു ഒറ്റ ചോദ്യം സർ. ഒറ്റ കാര്യം ചോദിക്കട്ടെ. 2023 മുതൽ 25 വരെ ഗോൾഡിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹൈക്ക് ഉണ്ടായ ഒരു സമയമാണ്. ആ സമയത്ത് സാറ് ഗോൾഡിലേക്ക് കാരണം നല്ലൊരു ബിസിനസ്, ഒരു റിസോർട്ട് ബിസിനസ് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ 101% റിസ്ക് ഉള്ള ആ ഒരു ഫീൽഡിലേക്ക്, സാധാരണ ലോക്കൽ ഇവിടെയുള്ള നമുക്കറിയാം 30 വർഷം വരെ ജ്വല്ലറിയിൽ പരിചയമുള്ള ആളുകൾ പോലും, എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള ആളുകൾ പോലും പറഞ്ഞത് ഇപ്പം ഒരു നിലക്കും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമല്ല. കാരണം ഇത് എവിടുക്ക പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല. ചിലപ്പോൾ 2 ലക്ഷം വരെ പോകും, ചിലപ്പോൾ നേരെ തിരിച്ച് 50 തന്നെ വരും ചെയ്യും എന്ന് പറഞ്ഞൊരു അവസരത്തില് ജ്വല്ലറിയിലേക്ക് കാലത്ത് സാറിനെ തീർച്ചയായിട്ടും സമ്മതിക്കും. ആ തവക്കുല്, അള്ളാഹുവിനുള്ള ആ തവക്കുലും സാറിന്റെ ആ ഒരു ധൈര്യവും ഈ ഒരു ഫ്ലോറിന് എന്തുകൊണ്ടും വളരെ വലിയ ഊർജമാണ്. മനസ്സിന്റെ അപാര ശക്തിയാണ് ഈ ഫീൽഡിൽ സാർ എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അള്ളാഹു നമുക്ക് എനിക്ക് മനസ്സിന് വലിയ ശക്തിയുണ്ട്, വലിയ മാറ്റം സാധ്യമാണെന്നാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന കപ്പിന്റെ മുകളിൽ പോലും നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്. വലിയ മാറ്റം സാധ്യമാണെന്ന്, മാറ്റം സാധ്യമാണെന്നല്ല. ചോദ്യം ഇതാണ്, ഇപ്പോഴും ഈ മോറിക്കാപ്പ് റിസോർട്ട് ഈ ഗ്രൂപ്പിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ക്ഷണിക്കുന്നുണ്ടോ, പിന്നെ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഓക്കെ, താങ്ക് യു ഫൈസൽ സാർ. ഇനി നമ്മുടെ ഞാൻ രണ്ടെണ്ണത്തിന്റെ ആൻസർ വേണം പറയാം. പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഗവൺമെന്റിന്റെ സിസ്റ്റം, അതായത് ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മോറിക്കാപ്പ് റിസോർട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ പ്രതിസന്ധികൾ അനുഭവപ്പെട്ടത്. കാരണം വളരെ ഫാസ്റ്റ് ആയിട്ട് പറയാം, അന്ന് ഞാൻ പ്രൊജക്ട് അപ്രൂവൽ പഞ്ചായത്തിൽ കൊടുത്തു. എല്ലാവരും നാട്ടിലുള്ള ആളുകളായതുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിയും തോന്നുന്നു. പ്രൊജക്ട് അപ്രൂവൽ കൊടുത്തു. പ്രൊജക്ട് അപ്രൂവലായി എനിക്ക് കിട്ടി. അതിന്റെ കൺസെഷൻ ഞാൻ ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങി, ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് അവസാനമാണ് പറയുന്നത് വയനാട്ടിലെ റൂൾ ഉണ്ട്, ഇത് പ്ലാന്റേഷൻ പ്രോപ്പർട്ടിയിൽ വന്നതാണ്. എന്റെ മനസ്സ് തളർന്നു പോയതാണ്. കാരണം ആളുകളെ ഫണ്ടൊക്കെ വാങ്ങി അതിന്റെ പൂർത്തീകരണത്തിന്റെ സമയത്തിൽ ഗവൺമെന്റ് എന്താണ് ഒരു പെർമിഷൻ തരുന്നതിന് മുന്നേ ആയിരുന്നു അവർ പറയുന്നെങ്കിൽ ഞാൻ ആ പ്രൊജക്ട് ചെയ്യില്ലായിരുന്നു. കാരണം ഞാൻ അത്തരത്തിലുള്ള ഒരാളാണ്. കാരണം ഞാൻ എന്റെ ലീഗൽ ഫ്രെയിംവർക്ക് ഒക്കെ എന്താണ് പ്രോപ്പറായിട്ട് ചെയ്യുന്ന ആളുകളാണ്. അതിനൊരുപാട് കൺസൾട്ടന്റ്, ഒരുപാട് ഫീസ് ഞാൻ നൽകുന്ന ആളുകൂടിയാണ് ഞാൻ. അതിലൊരു പ്രോപ്പർ ആവുക എന്നുള്ളതാണ്. നമുക്ക് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. അവസാനമാണ് പറയുന്നത് പ്ലാന്റേഷനിൽ വരികയാണ്. അങ്ങനെ ഒരുപാട് മനസ്സിന് സങ്കടപ്പെട്ടു.
അപ്പൊ നമ്മളെ KCA ക്രിക്കറ്റ് അസോസിയേഷന്റെ ഒരു വക്കീലായിരുന്നു ഇത് അറ്റൻഡ് ചെയ്തത്. വളരെ വിവാദമായിട്ടുള്ള കേസാണ്. അപ്പൊ അന്ന് സാജൻ എന്ന ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സംരംഭത്തിന് അപ്രൂവൽ കിട്ടായിട്ട് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ. ആ സമയത്താണ് എന്റെ കേസ് വിളിക്കുന്നത്. മോറിക്യാപ്പ് എന്നുള്ള എന്റെ കമ്പനീന്റെ പേര് വെസ്റ്റ് വിൻ ആണ്. പേപ്പറിലൊക്കെ ഫസ്റ്റ് പേജിൽ വന്നിട്ടുണ്ട്. അങ്ങനെ കേസ് എന്ന റിസോർട്ട് സർ ഒരു സെക്കൻഡ്, സർ ഒരു സെക്കൻഡ്. അബ്ദുൽ എന്ന് പറഞ്ഞ ആളൊന്ന് മ്യൂട്ട് ചെയ്യണേ, ഭയങ്കര ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്, പ്ലീസ്. അബ്ദുൽ ഹമീദ് ആണ് വൈസ് സർ, അബ്ദുൽ ഹമീദ്. അങ്ങനെ ഈ പ്രതിസന്ധികൾ അപ്പോ യഥാർത്ഥത്തിൽ എന്റെ മിസ്റ്റേക്ക് അല്ല, യഥാർത്ഥത്തിൽ ഒരു ഗവൺമെന്റിന്റെ പോളിസിയിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്സ് ആണ് ഉണ്ടായത്. കാരണം ഇപ്പൊ നമ്മൾ ദുബായിൽ നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ വിൻഡോ ആണ്. അപ്പം നമ്മുടെ നാടിന് ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്, ഒരുപാട് സംരംഭകർ വളരാനുണ്ട്, നമ്മുടെ സിസ്റ്റത്തിൽ കുറെ മാറ്റങ്ങൾ വരാനുണ്ട്. മറ്റേത് കൺട്രിയിൽ നോക്കുകയാണെങ്കിൽ സിംഗിൾ വിൻഡോയിലാണ് ചെയ്യുന്നത്. കാരണം ഇത് നമ്മൾ ഓരോ അപ്രൂവലിനും ഓരോ ഡിപ്പാർട്ട്മെന്റ് പോകണം. ഇവിടെ ഒറ്റ കാർഡ് ഉണ്ടെങ്കിൽ, ദുബായിൽ ഒറ്റ കാർഡ് ഉണ്ടെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും ലേബർ, മറ്റ് സീവ, ദേവ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി, മറ്റെല്ലാം കണ്ടിട്ടുണ്ട്. നമ്മൾ ഓരോന്നിനും ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അറിയുന്നില്ല, പ്ലാന്റേഷൻ ആക്ട് എന്താണ് റവന്യൂ ആക്ടിൽ വരുന്ന ആക്ടാണ്. ആ ആക്ടിനെ കുറിച്ചിട്ട് എന്താണ് പഞ്ചായത്തോ ബോധ്യപ്പെടുത്തിയിട്ടില്ല, വില്ലേജ് ബോധ്യപ്പെടുത്തില്ല. എന്റെ ആളുകളെ 10-60 കോടി റുപ്യ വാങ്ങുകയാണ്. അപ്പൊ ആളുകൾ വിചാരിക്കാനാണ് എന്റെ മനസ്സങ്കടം, ഞാൻ അവരെ വഞ്ചിച്ചോ എന്നുള്ള തോന്നൽ എനിക്ക് എന്താണ് വരികയാണ്. എന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചാണ്. അറിവില്ലായ്മ അത് ഒരു പോരായ്മ തന്നെയാണ്. അതറിയാൻ വഴിയില്ല. അന്നൊന്നും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളല്ല. അന്ന് കുറെ റിസോർട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ 120 ഏക്കർ ആയതുകൊണ്ട് 2007 കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു അമെന്റ്മെന്റ് ആണ് പ്ലാന്റേഷൻ ഹോട്ടൽ ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു ആക്ടിന്റെ മുകളിലാണ് നമ്മൾ ഈ ബിസിനസ് പിന്നീട് അത് കേരളത്തിൽ സംബന്ധിച്ചത് വളരെ ലോങ് പ്രോസസ്സാണ്. ഒരു അപ്രൂവലും പ്രസന്റേഷനൊക്കെ നമുക്ക് കിട്ടാൻ, ഒരു പേപ്പർ വർക്ക് കിട്ടാൻ അതൊരു പ്രതിസന്ധിയാണ്. അത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ആ ഒരു പോളിസി അങ്ങനെ ഉണ്ടായതുകൊണ്ട് 5% കൺവേർട്ട് ചെയ്യാനുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ റിസോർട്ടിന് പെർമിഷൻ കിട്ടി. പിന്നെ ഞാൻ ഹാപ്പിയായി, ആ പ്രതിസന്ധി കടന്നുപോയി. പിന്നെ ഞാൻ ലോഡ്ജ് തുടങ്ങിയപ്പോൾ ചെറിയൊരു, അതായത് അപ്രൂവൽ എടുക്കുന്ന സമയത്ത് നമ്മൾ റീറ്റെയിനിങ് വാളിന്റെ മുകളിൽ കൂടെ കെട്ടിയാൽ മാത്രമാണ് അപ്രൂവൽ കിട്ടുള്ളൂ എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഏകദേശം ഞാൻ എന്റെ പ്രൊജക്ട് ഞാൻ ടൈംലി ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് കംപ്ലീറ്റ് ചെയ്ത്, ബിസിനസ് നടത്തണമെങ്കിൽ എനിക്ക് ലൈസൻസ് വേണം. കാരണം ഞാൻ മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ ലൈസൻസ് ഇല്ലാതെ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റൂല. ആ ലൈസൻസിന് വേണ്ടിയിട്ട് നാട്ടിലുള്ള ഒരു പ്രതിസന്ധിയാണ്. ചിലപ്പോൾ ഇതിലെ പഞ്ചായത്ത് ഓഫീസർ എല്ലാവരൊക്കെ ഉണ്ടാവും, ഞാൻ ആരെയും പറയല്ല, കുറ്റം പറയല്ല, ഇങ്ങനൊരു സാഹചര്യങ്ങൾ. അന്നത്തെ പഞ്ചായത്ത് മീനങ്ങാടി പഞ്ചായത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. സെക്രട്ടറിക്ക് ഇതിന് ഭയപ്പെട്ടിട്ട് നേരെ കലക്ടറിന് പോയി. കലക്ടർ 3 മാസം ലീവായി. പുതിയ കലക്ടർ വരികയാണ്, വയനാട്ടിലെ കലക്ടർ മാറി. അത് കഴിഞ്ഞ് 3 മാസം ഇലക്ഷനായി. ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികളൊന്നും ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താണ്. ഓരോ ദിവസം നമുക്ക് ROI എക്സ്പെക്ടേഷൻ ചെയ്യണം. നമ്മൾ മുതൽ മുടക്കി കഴിഞ്ഞാൽ അതിന് റിട്ടേൺ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളൊരു കാൽക്കുലേഷൻ. ഒരു ദിവസം ഞങ്ങളെ റിസോഴ്സസ് ഐഡിയൽ ആവാം. എന്റെ റിസോഴ്സസ് 1 വർഷത്തോളം ഐഡിയലായി. 2 വർഷം കൊണ്ട് ചെയ്തത് 1 വർഷം കൊണ്ട്. എന്റെ നാടിന് അവിടെ ഉണ്ടാകുന്ന ജോലിക്ക് ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റി, ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സിന്റെ ഓപ്പർച്യൂണിറ്റി, എല്ലാ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുകയാണ്. ഇൻവെസ്റ്റേഴ്സ്, ഞാൻ പറഞ്ഞ പോളിസി പ്രകാരം ഇൻവെസ്റ്റേഴ്സിന് ചെറുതാണ്, ബാക്കി എല്ലാവരും ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുകയാണ്. എന്റെ നാട്ടിലെ ഡയറക്ട്ലി ഞാൻ കൊടുക്കുന്ന ഒരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, ഇൻഡയറക്ട്ലി ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചില പ്രതിസന്ധികളാണ് എന്നെ തളർത്തിയെന്ന് പറയാൻ പറ്റൂല. വി കീപ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പൊ ആ ഇൻവെസ്റ്റർ മാനേജ് ചെയ്യുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു പ്രതിസന്ധി, പക്ഷെ വളരെ നല്ല ആളുകളും മനസ്സിലാക്കുന്ന ആളുകളായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആയതുകൊണ്ട് അവരോട് ഞാൻ പോളിസി, എന്റെ മദർ പഠിച്ചത് എത്ര കയ്പ് വരികയാണെങ്കിലും സത്യം മാത്രം പറയാം. അപ്പൊ ഞങ്ങളത് മറച്ചു വെച്ചിട്ടില്ല. ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സ് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട്, ഇങ്ങനെ ഒരു കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, അവളെ വ്യക്തമാക്കി കൊടുക്കും. ഇപ്പൊ കൊറോണ സമയത്ത് ലക്ഷത്തിന് 1000 കൊടുത്തിട്ട് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങുന്ന ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഇങ്ങനെ ബിസിനസ് എല്ലാം നിലച്ചു പോയിട്ടാണ്. ഇപ്പൊ നമുക്ക് ഇതിൽ വരുമാനം ഇല്ല, നിങ്ങൾക്ക് വരുമാനത്തിന്റെ ഷെയർ ഇല്ല. അത് മനസ്സിലാക്കി നമ്മൾ കൂടെ നിന്ന ആളുകളാണ്. ഒറ്റ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ അടുത്ത് നിന്നാണ് എക്സിറ്റ് ആയി പറ്റില്ല. വളരെ റയർ ആയിട്ടുള്ള ഒന്നോ ഹാർഡ്ലി ബിലോ 1% മാത്രമാണ് നമ്മുടെ അടുത്ത്. 700 ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. കാരണം അത് പിന്നെ അവരെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, കല്യാണ ആവശ്യങ്ങളോ മറ്റു ഫണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടാൽ മാത്രമല്ലാതെ മറ്റൊരാൾ നമ്മളെടുത്തുനിന്ന് വളരെ മനസ്സിലാക്കുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആണ് നമ്മൾ കൂടുതൽ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈ പ്രതിസന്ധികളൊന്നും വലിയ പ്രതിസന്ധി ഇല്ല. അവിടെ എല്ലാം നമ്മൾ റിസ്ക് എല്ലാം ഷെയർ ചെയ്ത് പോവാണ് ചെയ്തത്. അതുകൊണ്ട്
ആ പ്രതിസന്ധികളിലൊക്കെ എന്താണ് തളർന്നു പോയിട്ടില്ല. ആ ഒരു സമയത്ത് ആദ്യത്തെ പൊസിഷനിൽ ഞാൻ വളരെ തളർന്നു. എന്റെ ആദ്യത്തെ സംരംഭം ആയതുകൊണ്ട് ഞാൻ മാനസികമായിട്ട് വളരെ തളർന്നു പോയ ഒരു സിറ്റുവേഷൻ വന്നിരുന്നു. ഞാൻ പിന്നെ എന്താണ് ലാൻഡ് കലക്ടറെ മുന്നിൽ പോയി കരയേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. കാരണം ഞാൻ എത്രയും ചെയ്തിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് നാട്ടിലുള്ള സിസ്റ്റം പിന്നെ അതായിട്ട് യൂസ്ഡ് ആയി മാറി. നാട് ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. താങ്ക് യു സാർ, താങ്ക് യു സാർ. ജലീൽ സാർ. അല്ല, പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ആൻസർ ചെയ്യാം. ഗോൾഡിന്റെ പ്രൈസിൽ നമ്മൾ ഇത്രയും ഇത് തുടങ്ങാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രോത്ത് ഉള്ള സാധനത്തിനാണല്ലോ ചെയ്യുന്നത്. ഗോൾഡ് ഇപ്പോഴും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഗോൾഡ് ആളുകൾ വാങ്ങുന്നത്? അപ്പൊ വിൽക്കാനും നമ്മൾ തയ്യാറാണ്. വാങ്ങാൻ ആളുകൾ തയ്യാറാണെങ്കിൽ മാർക്കറ്റിൽ ഇത്ര ഡിമാൻഡ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഒരു ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനിയിൽ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യാനും വാങ്ങാനും ആൾക്കാരുണ്ടാവും. ജ്വല്ലറി വാങ്ങുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. പിന്നെ ഇതൊരു സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. 80% നമ്മുടെ സ്റ്റോക്കിലാണ്. ഗോൾഡ് ഈസ് ഈക്വൽ ടു എന്താണ് ക്യാഷ് ആണ്. ബാക്കി 20% ആണ് നമ്മളെ ഇന്റീരിയറും മറ്റേതൊക്കെ. 2 വർഷം കൊണ്ടുള്ള ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് അത് എന്താണ് പേ ബാക്ക് പീരീഡ് വെരി ലോവസ്റ്റ് പേ ബാക്ക് ആണ്. അതുകൊണ്ടാണ് ഈ ജ്വല്ലറി മേഖല കുന്നുകൂടുന്നതും അതിലൊരു ഓർഗനൈസ്ഡ് മോഡൽ ആകാം. ഇപ്പൊ മറ്റൊരാൾ പറഞ്ഞത് എന്താണ് ജ്വല്ലറി പ്രൈസ് കൂടുന്നത്, നമ്മളെന്താണ് ഒരു മാർക്കറ്റിലെ ലീഡർ ആവുക എന്നുള്ളതാണ്. മാർക്കറ്റിൽ എല്ലാവർക്കും ഷെയർ ഇട്ടില്ല. നമ്മൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, ഏത് രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ ഞാൻ തോട്ടം വളരെ 100 ഏക്കർ തോട്ടത്തിന്റെ നടുവിലുള്ള റിസോർട്ടിലേക്ക് ആളുകൾ എങ്ങനെ എത്തിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ എന്താണ് അതിനുള്ള നമുക്കുള്ള കപ്പാസിറ്റി, മാർക്കറ്റിംഗ് കപ്പാസിറ്റി കൂടി ഉണ്ടെങ്കിലാണ്. നമ്മൾ വെറുതെ ഒരു ഷോപ്പ് തുടങ്ങിയോണ്ട് ബിസിനസ് വരില്ല. അതിന് ഒരുപാട് എഫേർട്ട് എടുക്കാനുണ്ട്. അപ്പൊ നമുക്ക് വളരെ എന്താണ് കച്ചവടം തുടങ്ങാന്നുള്ളതല്ല, അതിനെ എന്താണ് നന്നാക്കി കൊണ്ടേ നടക്കുക, ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമുക്ക് പെട്ടെന്നാക്കാം. ഓക്കെ, ജലീൽ സാർ. മുരളി സാർ. ഗുഡ് മോർണിംഗ്. ഇന്ന് വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ളതും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സെഷനാണ്. താങ്ക് യു സാർ. നല്ല ടോക്കേറ്റീവ് ആണ്, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് തന്നെയാണ് ബിസിനസിന്റെ ഒരു പ്രധാന ഘടകം എന്നുള്ളത് ഇപ്പോ അടിവരയിട്ട് പറയാണ്. എനിക്കൊരു പിന്നെ ചോദ്യമൊന്നുമല്ല, സാറ് പറഞ്ഞതിൽ നിന്നൊന്ന് മനസ്സിലായത് ഇന്ത്യയിലെ മാർക്കറ്റ് വളരെ വൈഡാണ്. നമുക്കിവിടെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. റീറ്റെയിൽ നിന്ന് പറഞ്ഞതിൽ മനസ്സിലായി. ആന്ധ്രയിലെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞപ്പോൾ അവർ അവിടുത്തെ തന്നെ റിസോഴ്സസ് യൂസ് ചെയ്യാൻ തയ്യാറാവുകയാണ്, നമ്മളത് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൂടെ പറയുണ്ടായി. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ബിസിനസ്സിൽ കാണുന്നത് എല്ലാവർക്കും ഇമ്മീഡിയറ്റ് റിസൾട്ട് വേണം. ആര് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഞാനായിരുന്നാലും, ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെയും പെട്ടെന്ന് റിസൾട്ട് വേണം. ഒരു പേഷ്യൻസ് ഇല്ല, അതുപോലെ തന്നെ കൺസിസ്റ്റൻസിയും ഇല്ല. ഇങ്ങനെ ഒരു പ്രോബ്ലം നമുക്കുണ്ട്. അപ്പോൾ ഈ പേഷ്യൻസും കൺസിസ്റ്റൻസിയും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസ്സിൽ, അതുപോലെ ഫെയിലിയറിന് എങ്ങനെയാണ് നമ്മൾ ഗെറ്റ് ഓവർ ചെയ്യുന്നത്? എന്തായാലും ആന്റിസിപ്പേറ്റഡ് റിസ്ക് ഉണ്ടാവും, ഫെയിലിയേഴ്സും ഉണ്ടാവാം ബിസിനസ്സിൽ. അതെങ്ങനെയാണ് ഗെറ്റ് ഓവർ ചെയ്യുന്നതെന്നല്ല. അതുപോലെ തന്നെ ഇപ്പോൾ സാറ് പറഞ്ഞ റെഡ് ടാപ്സ് നിയമത്തിലുള്ളത്, അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ബിസിനസ് ചെയ്യുന്ന ആളെ എന്തോ ഒരു പിന്നെ നമ്മളൊരു ശത്രുവായിട്ടാണ് പലപ്പോഴും ചെറിയൊരു സമൂഹം കാണുന്നത് പോലെ താഴെക്കിടയിൽ. അതുപോലെ തന്നെ പിന്നെ ഓഫീസേഴ്സിൽ, ഞാനൊരു ലോയറാണ്, ഞാൻ കേസ് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് മനസ്സിലാവുന്നതാണ്. റെഡ് ടാപ്സ് വരുന്നത് ഗവൺമെന്റിന്റെ എംപ്ലോയീസ് എപ്പോഴും പിന്നെ ബിസിനസ് ചെയ്യുന്നവരൊരു പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ എന്തോ കള്ളത്തരം ചെയ്യുന്നതാണ് ബിസിനസ് കമ്മ്യൂണിറ്റി എന്നുള്ളൊരു തോന്നൽ അവർക്ക് എവിടെയോ മനസ്സിലുണ്ട്. ആ മെന്റാലിറ്റി നമ്മൾ മാറ്റിയെടുക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കൺസിസ്റ്റൻസിയും എങ്ങനെയാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നത്, ഫെയിലിയറിനെ എങ്ങനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊന്ന് പറയാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. താങ്ക് യു. നമ്മള് കൺസിസ്റ്റൻസി, സ്ഥിരമായിട്ടുള്ള ഉത്സാഹമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പോൾ യഥാർത്ഥത്തിൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാളിതുവരെ നോക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് എന്താണ് ഏകദേശം 8 ഷോറൂമായി, ഏകദേശം ഒരു ഷോറൂമിന് 100 കോടിയോളം ഉറുപ്പിക നമുക്ക് എന്താണ് ഇൻവെസ്റ്റ്മെന്റ് വരികയാണ്. ഒരു റിസോർട്ടിന് ഏകദേശം 60 കോടി, ഒന്നിന് 65 കോടി, അങ്ങനെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക് വരുന്നത്. സംഭവം വലിയ സംഭവമാണ്. പക്ഷെ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് സൈക്കോളജിക്കലി ഞാൻ മാനേജ് ചെയ്യുന്നത്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ വിഷൻ പ്ലാനിലാണ്. എനിക്ക് സെഞ്ചുറി അടിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അപ്പൊ ഞാൻ അതിനെന്താണ് മുന്നേയുള്ള കാര്യത്തിന് വലിയതായി കാണുന്നില്ല. പണ്ട് കഴിഞ്ഞു പോയ കാലത്ത് ഞാൻ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഇനി അങ്ങോട്ടേക്ക് എന്താണെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആ കൺസിസ്റ്റൻസി ആണെങ്കിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്തത്. ഇപ്പൊ വിഷൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിഷൻ ഉണ്ടാവണം, അതിലേക്ക് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം. ഷുഡ് ബി ഷോർട്ട് ടേം ഗോൾ, ലോങ് ടേം ഗോൾ ഉണ്ട്. അതിൽ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ട പ്രശ്നം ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇന്റേണൽ ഫാക്ടേഴ്സ് മാനേജ്മെന്റ്, അത് നമുക്ക് സോൾവ് ചെയ്യാം. സോ നമ്മളത്
ഈ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് മാനേജ് ചെയ്യാൻ എന്താണ് എക്സ്പെർട്ടൈസ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ടിനി ഫിലിപ്പാണ്. ഈ IAM ഫെലോ ആണ്. മലബാർ ഗോൾഡിന് വേണ്ടി 14 വർഷം അവരെ ഈ ബിസിനസ് മോഡലൊക്കെ ഡിസൈൻ ചെയ്ത ആളുകൾ തന്നെയാണ് നമ്മൾ ബിസിനസ് എന്താണ് കൺസൾട്ട് ചെയ്യുന്നത്. അപ്പൊ ഓരോ കാര്യങ്ങൾ എന്താണ് ഇവാലുവേറ്റ് ചെയ്ത് സയന്റിഫിക് ആയിട്ട് അപ്രോച്ച് ചെയ്ത് ബിസിനസ് കച്ചവടം ചെയ്യാന്നുള്ളതല്ല, പ്രൊഫഷണലി ബിസിനസ് മാൻ ആവുക എന്നുള്ളതാണ്. ആ പ്രൊഫഷണലിസം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ സയന്റിഫിക് അപ്രോച്ച് നമ്മൾ എന്താണ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. ഓരോന്നിനും ഓരോ തിയറി ഉണ്ടാവും. ഇപ്പൊ ലോകത്തിൽ സാർ ലോയർ ആയതുകൊണ്ട് തന്നെ എന്താണ് വി ആൾസോ ബേസ്ഡ് ഓൺ ദ കേസ് സ്റ്റഡീസ്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു കമ്പനി എന്താണ് ഡിസൈഡ് ചെയ്തത്, നമുക്ക് അതിൽ നിന്നാണ് ഇൻസ്പയർ ചെയ്തിട്ട് ഓരോ ഡേയും എന്താണ് സ്ട്രാറ്റജിക്കലി ഡിസിഷൻ എടുത്ത് പോവാന്നുള്ളതാണ്. അപ്പൊ അതിലൊക്കെ എന്താണ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ ടാർഗറ്റിലേക്ക് എത്തിക്കുക. ഒരു വീക്കായിട്ടുള്ള ഒരു സെക്ടർ ഉണ്ടാവും, മേ ബി ഒരു ഷോറൂം വീക്കാണ്. എങ്ങനെയാണ് ആ വീക്ക്നെസ്? അപ്പൊ നമ്മളൊരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയിട്ടാണ് ഒരു ഷോറൂം നമ്മൾ അതിനൊരു സയൻസ് ഉണ്ട്. ആ സയൻസ് എന്താണ് അവിടെ സക്സസ് ആവും എന്നുള്ള നിലക്കാണ് നമ്മൾ അവിടെ ഷോപ്പ് വന്നത്. അവിടെ സക്സസ് ആയിട്ടില്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. സക്സസ് ആവാത്ത ബ്രാഞ്ചിൽ എന്താണ്, അവിടെ എന്താണ് മാൻ പവറിന്റെ വീക്ക്നെസ് ആണോ, അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിന്റെ വീക്ക്നെസ് ആണോ, അവിടെ കസ്റ്റമറിന്റെ ലൊക്കേഷനിൽ എത്താൻ പറ്റുന്ന വീക്ക്നെസ് ആണോ, അവിടെ ഓഫേഴ്സിന്റെ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ആണ് നമ്മൾ അതിലേക്ക് അനലൈസ് ചെയ്തിട്ട് അത് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളെ. പിന്നെ നാട്ടിലുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഈ ബിസിനസ്സുകാരെല്ലാവരും എന്താണ് കുറച്ച് ആൾക്കാർ കള്ളത്തരൊക്കെ ചെയ്യുന്നുണ്ട്. ഈ 10%, നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ 10% റൂളാണ്. കുറച്ച് ആൾക്കാർ മോശം, എല്ലാ ആൾക്കാരും മോശമല്ല. ഇപ്പൊ ഞാനൊക്കെ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മളെ എന്താണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും എന്റെ ഇൻവെസ്റ്റ്മെന്റ് അല്ല, മറ്റുള്ളവർ ഇൻവെസ്റ്റ്മെന്റ് മാനേജ് ചെയ്യാനുള്ളതാണ്. ഇപ്പൊ എല്ലാവരും ഇപ്പൊ എന്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ എബോവ് 50 ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ദേ ഡോണ്ട് വാണ്ട് ടു ഡിപ്പെൻഡ് എന്താണ് അവരെ റിച്ച് ആണ്, അവരെ മക്കള് US-ലായിരിക്കും, കുറെ ആൾക്കാർ നല്ല ബിസിനസ്സുള്ള ആളുകളാണ്. ദേ ഡോണ്ട് വാണ്ട് ടു ഡിപ്പെൻഡ് എന്താണ് അവരെ കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, അവർക്ക് സ്വന്തമായിട്ടൊരു ഇൻകം. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് എന്താണ് അവർക്ക് ഇതൊരു മരുന്ന് വാങ്ങാനുള്ള കാശ് എന്തായാലും ഇതിൽ നിന്നാണ് റിട്ടേൺ ആയിട്ട് വരുന്നത്. കാരണം അവർക്ക് എന്താണ് അത് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് പിന്നെ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഈ ഒരു ഇൻവെസ്റ്റർ നാട്ടിലേക്ക് ഒരു സംരംഭം കൊണ്ടുവന്നു. ഇപ്പൊ ഞങ്ങളിപ്പോ എന്താണ് ഏകദേശം 600 ആളുകൾ ഞങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ 230 ആളുകളും വർക്ക് ചെയ്യുന്നത് നമ്മുടെ റിസോർട്ടിലാണ്. ഇപ്പൊ എന്റെ നാട്ടിൽ എന്താണ് വളരെ ഈ പിന്നെന്താണ് തൊഴിൽ സാധ്യതകൾ വളരെ കുറവാണ്. ഇപ്പോൾ ഞങ്ങളൊരു ബിസിനസ് മോഡൽ തന്നെ ഒരുപാട് റിസോർട്ട് ഞങ്ങൾ ആ പ്രൊമോട്ട് ചെയ്തതിനു ശേഷം ഒരുപാട് റിസോർട്ട് എന്താണ് വയനാട്ടിൽ വന്നു. വയനാട്ടിൽ കുറെ ആളുകൾക്ക് എന്താണ് എന്റെ സുഹൃത്തുക്കളൊക്കെ പണ്ട് എന്താണ് എന്നെ എതിർത്ത ആളുകളാണ്. ഇതൊക്കെ മോശമായിട്ടുള്ള റിസോർട്ട്, ഒരു മോശമായിട്ടുള്ള ഏർപ്പാടാണ്. ശരിക്കും റിസോർട്ട് ഒരു മോശമായിട്ടുള്ള ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ എന്താണ് അവിടെ മദ്യം സെർവ് ചെയ്യുന്നില്ല, ഞങ്ങൾ മോശമായിട്ടുള്ള പ്രവൃത്തികൾ അവിടെ ഡ്രഗ്സിന് ഞങ്ങൾക്ക് എതിരാണ്, അനാശാസ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ എതിരാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്താണോ നിയമങ്ങൾ അനുശാസിക്കുന്നത് പോലെയുള്ള പ്രവർത്തികൾ മാത്രമാണ് നമ്മൾ അവിടെ അനുവദിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പൊ ഒരു ഫാമിലി വന്നാൽ വളരെ സേഫ് ആൻഡ് സെക്യൂരിറ്റി. എല്ലാ ഫാമിലിക്കും ഒരു യാത്ര പോകേണ്ട ഒരു ആവശ്യമാണ്. എല്ലാവരും മോശക്കാരൊന്നുമില്ല, എല്ലാവരും 10% ആ റൂളിലാണ് നമ്മളത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും എന്താണ് ഇപ്പൊ നാട്ടിലുള്ള ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സാറെ പോലത്തെ ലോയേഴ്സും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ലോയർ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു നിലയിൽ എത്തിപ്പെടാനും സാധിച്ചത്. അല്ലെങ്കിൽ അന്നത്തെ ആ പ്രശ്നത്തിൽ കുരുങ്ങി എന്റെ റിസോർട്ട് അവിടെ കുടുങ്ങുമായിരുന്നു. അപ്പൊ ഒരു സംരംഭകന് അയാൾ എന്നെ വിളിക്കുന്നുണ്ട് KCN. അയാളിപ്പം അബൌട്ട് ജഡ്ജ് ആവാൻ പോവാണ്. KCNന്റെ വക്കീലായിരുന്നു. അപ്പോ ഞാൻ എന്റെ സങ്കടം, എന്റെ കരച്ചിൽ കണ്ടിട്ട് മൂപ്പരെന്താ ഞാൻ എങ്ങനെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഈ കറുത്ത കോട്ട് അയച്ചു വെക്കും എന്നിട്ടാണ് എനിക്ക് ഈ ഒരു പിന്നെ ലൈസൻസ് എനിക്ക് വാങ്ങിത്തരുന്നത്. അപ്പൊ ഒരു സംരംഭകൻ എന്താണ് പിന്നെ എങ്ങനെങ്കിലും ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കുക. അപ്പൊ നമ്മൾ തമിഴ്നാട്ടിൽ പോകണം, നമ്മൾ സ്റ്റേറ്റിൽ തന്നെ മറ്റു തമിഴ്നാട്ടിൽ പോവുകയാണെങ്കിൽ അവര് വളരെ ഇരുത്തി എത്രയും പെട്ടെന്ന് എന്താണ് ഫാസ്റ്റ് ആക്കിയിട്ട് ചെയ്തു കൊടുക്കും. നമ്മൾ എന്താണ് കുറച്ചുകൂടി ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ മൂവ് ചെയ്യാണ്. പഞ്ചായത്ത് സെക്രട്ടറി കളക്ടറിന് കൊടുക്കുമ്പോൾ ഒരു ടൈം ഗ്യാപ്പ് വരികയാണ്. അപ്പൊ അത് ഡിസിഷൻ എടുക്കാനുള്ള അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നം കൂടിയാണ്. കാരണം നാട്ടുകാരും എന്താണ് വളരെ കൺസേൺ ആണ്. പരിസ്ഥിതി പ്രവർത്തകര് അങ്ങനെ നമ്മളൊക്കെ ഒരു പെർമിഷൻ തരുന്നതിന് മുന്നെയാണ് നോക്കേണ്ടത്. പെർമിഷൻ തന്നു കഴിഞ്ഞാൽ എന്താണ് പല മോശം രീതിയിലുള്ള ആളുകളുണ്ട്. ലൈക്ക് എന്താണ് പൊളിറ്റിക്കലി ആയിട്ടും എന്താണ് നമ്മൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ മാനേജ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ആളുകൾ അങ്ങനെയൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു സാർ. നമ്മൾ സമയം വളരെ അധികരിച്ചിരിക്കുന്നത്. ആരാണ് സാബിറ ഉണ്ടോ? സീനത്തുണ്ടോ? ജലീൽ കുട്ടിയാടി സാർ ഉണ്ട് സാർ. മൂപ്പരെ വിളിച്ചിട്ട് ഓക്കെ. എന്റെ ഫോൺ അപ്പൊ ഓഫായി പോയി, ചാർജ് കഴിഞ്ഞു, കുറച്ച് ചാർജ്.
ചുരുക്കി പറയട്ടാ, ചുരുക്കി പറയണം. എനിക്ക് ഇദ്ദേഹത്തിന്റെ അത് കേട്ടിട്ട് ഞാൻ നിങ്ങള് 45 വർഷം മുമ്പ് പ്രവാസിയായിരുന്നു, ഒരുപാട് ബിസിനസ്സിൽ സംരംഭങ്ങളിൽ കയറി ഇറങ്ങിയത്. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ ആദ്യം പഠിക്കാതെയാണ് ബിസിനസ് ചെയ്തത്. അതാണ് പ്രശ്നം. നിങ്ങൾ ഇപ്പൊ ക്ലാസ് കേട്ടപ്പോഴാണ് മനസ്സിലായത് ആദ്യം പഠിക്കണമായിരുന്നു, എന്നിട്ട് ബിസിനസ് ചെയ്യണം. പക്ഷെ ഞാൻ ആദ്യം ചെയ്ത് ഞങ്ങൾ ബിസിനസ് ചെയ്തു, ശേഷമാണ് പഠിക്കാൻ ശ്രമിച്ചത്. അവിടെയാണ് തെറ്റുപറ്റിയത്. പറന്നു പോയ കിളിയെ പക്ഷേ വീണ്ടും പിടിച്ചിടാം, കാലമോ പോവുകിൽ പോയി കരുതി ജോലി ചെയ്യുക നീ എന്ന് ആശാൻ പറഞ്ഞ ആ കവിത കേട്ടില്ല. നിങ്ങളുടെ ക്ലാസ് ഞാൻ 45 വർഷം മുമ്പായിരുന്നു കേൾക്കേണ്ടിയിരുന്നത്. ഞാൻ യൂസുഫ് അലി സാഹിബൊക്കെ ഒന്നിച്ചായിരുന്നു ഗൾഫിൽ പോയത്. പക്ഷെ അദ്ദേഹം ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങി, ഞാനും 2-3 സ്ഥാപനങ്ങൾ തുടങ്ങി. കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ള ഞാനൊക്കെ ഒന്നിച്ചായിരുന്നു ബിസിനസ് ചെയ്തത്. പക്ഷെ അതെല്ലാം എന്റെ ഭാഗങ്ങളൊക്കെ പോയി. സാരമില്ല, ഇപ്പം സമാധാനത്തോടുകൂടി ഇവിടെ എൻജോയ് ചെയ്യാണ്. റിട്ടയർമെന്റ് എൻജോയ്മെന്റിലാണുള്ളത്. ഇനിയിപ്പോ നിങ്ങൾ റിസോർട്ടിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഞാനും വരാം. ഓക്കെ, ഫ്രീ ആണ്, പണിയൊന്നുമില്ല കേട്ടോ. അതുപോലെ ഒരു കാര്യം കൂടി പറയാം, മലബാർ ഗോൾഡിനെ പറ്റി പറയുമ്പോൾ വളരെ നന്ദിയോടുകൂടി പറയാം. എല്ലാ വർഷവും നല്ലൊരു സഹായം ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നടത്തുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടി നല്ലൊരു സംഖ്യ എല്ലാ വർഷവും അവിടുന്ന് ലഭിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് കുടുംബത്തിന് വേണ്ടി അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയാ സംഖ്യ കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല, അത് ഒരുപാട് കുടുംബം. അതുകൊണ്ട് വളരെ നന്ദിയോടുകൂടി പ്രാർത്ഥന നിങ്ങൾക്കുണ്ട്. ഓക്കെ, അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സാർ. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എന്തായാലും നമ്മുടെ 777-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ ക്ഷണം സ്വീകരിച്ചെത്തിയ ഒരുപാട് ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ കേട്ടു. ഇനി അതിനെ കുറിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. എന്തായാലും ക്ഷണം സ്വീകരിച്ചെത്തിയ മിഷൻ ഡിസ്ലിൻ സാറിനോട് എല്ലാവിധ എനർജി ക്ലബിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു. താങ്ക് യു സർ. ഓക്കെ, ഇനി ആഡ് ചെയ്തിട്ട് എന്തെങ്കിലും പറയണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ക്ലോസിംഗ് പറയാം? സർ അഷ്റഫ് സാർ എത്തിയിട്ടുണ്ട്. അഷ്റഫ് സാർ സംസാരിക്കണ്ടോ? സംസാരിക്കുന്നുണ്ട്. യെസ്, കുറച്ചൊരു ഫോണിലേക്ക് കൊണ്ട് പിന്നെ നേരത്തെ വിളിച്ചപ്പോൾ വരാൻ പറ്റിയില്ല. എന്തായാലും നമ്മൾ സാറിന് ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ന് ഒരുപാട് ഇത് ചെയ്ത പഞ്ചായത്തും അതുപോലെ തന്നെ നമ്മൾ ഗവൺമെന്റ് സിസ്റ്റം ഒക്കെ പറഞ്ഞപ്പോഴേ വളരെ സത്യമായ കാര്യം തന്നെയാണ്. അത് ഒരു സംശയമില്ല. ഇപ്പൊ ഞാൻ വലിയ സംരംഭകനൊന്നല്ല, ദുബായിൽ 10-35 വർഷമായി. എന്നാലും നാട്ടിൽ ചെന്നപ്പോൾ ചെറിയൊരു സംരംഭം കൊണ്ട് വന്നപ്പോൾ അതിന്റെ ഒരു ലൈസൻസിന് പോയി പോലും പിന്നെ 30 മാസങ്ങളോളം, 1 മാസം 2 മാസം വരെയൊക്കെ പിടിച്ചു നിർത്തിയപ്പോ ഒരു ചെറിയ അനുഭവം മാത്രം പറയാം. അപ്പൊ ഞാൻ അവിടെ പഞ്ചായത്തിൽ പോയപ്പോ ഒന്നുമില്ല, ഒരു ക്ലർക്ക് മാത്രം ആ സാധനം എടുത്താണ് വെച്ചിട്ടുള്ളത്. സെക്രട്ടറി ആരും അറിയുന്നില്ല. ഞാൻ അങ്ങനെ പോയിട്ട് അവിടെ ശരിക്കും പ്രഷർ ചെയ്ത് ചൂടായപ്പോഴും അവർ പറയുന്നത് ഇതിങ്ങനെ എടുക്കുന്നില്ല പോയായിരുന്നു. അപ്പൊ ഞാൻ ഡയറക്റ്റ് പോയപ്പോഴാണ് പിന്നെ ഞാൻ ഒട്ടും ചോദ്യം ചോദിച്ചില്ല അവരോട്. നിങ്ങൾ ഇന്ന് എനിക്ക് തരുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അത് ഇവിടുന്ന് തന്നെ പേപ്പർ വാങ്ങി കയറി കളയുന്നുള്ളൊരു സംസാരം വന്നു. ഭയങ്കര എല്ലാവരും മൊത്തത്തിൽ എൻ്റെ ഇവിടെ എത്തി. അവിടെ എന്തായി സംഭവം എന്നല്ല അറിയാതെ. അപ്പൊ ഈ കുട്ടിയോട് എന്താ വെച്ചാൽ ഇത് എടുക്കൂല. ഞാൻ വിളിക്കുമ്പോഴൊക്കെ പറയും നാളെ ചെയ്യാം. അപ്പൊ അതൊറ്റൊരു ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ 100% ഒരാൾക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് സാറിനൊക്കെ ഇങ്ങനെ അനുഭവം വലിയ വിഷയത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ നാട്ടിന്റെ ആ ഒരു പിന്നെ നിയമവശം കുറയണം, അതിന് മാറ്റം വരണം എന്ന് തന്നെയാണ് അതിന്. അപ്പൊ ആ ഒരു അനുഭവം വന്ന് പറയാ. അതുപോലെ തന്നെ ഈ ഫ്ലവറിലേക്ക് സാറ് വന്നപ്പോ സത്യം നല്ലൊരു ഇന്നൊരു എനർജി ഉണ്ടായിട്ടുണ്ട്. ബിസിനസ് സംരംഭമൊക്കെ ഒരു നല്ലൊരു ഇത് കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഈ ഒരു സാറിന് എന്തെങ്കിലും ഇനി ആഡ് ചെയ്യണ്ട? അല്ല ഷൈൻജ സാറേ, ഈ ഷാക്കിറ എന്ന് പറഞ്ഞ ഫസ്റ്റില് വിളിച്ചിരുന്നു, അവര് വന്നില്ല. ചെയർമാൻ ആരാ സംസാരിക്കുന്നുണ്ടോ? മുരളീധരൻ സംസാരിക്കുന്നുണ്ടോ? ആരാ സംസാരിക്കുന്നുണ്ടോ? ഇപ്പൊ ഇല്ല, ആരും സംസാരിക്കില്ല. ക്ലോസ് ചെയ്യാ സമയമായി. ഓക്കെ ചെയർമാൻ, നേരത്തെ സാറ് മറുപടി പറയാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്. ഇപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോന്നുള്ളത് ഇൻവെസ്റ്റ്മെന്റിന് പറഞ്ഞല്ലോ, ഉണ്ടെന്നാണോ പറഞ്ഞത്? കേട്ടില്ലേ? ഞാൻ നമ്പർ ഷെയർ ചെയ്യാം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്താണ് ഇത് നിങ്ങള് ഇങ്ങനെ വിളിച്ച സ്ഥിതിക്ക് ഞാൻ എന്റെ കച്ചവടം പറയരുതല്ലോ. എന്റെ കച്ചവടം അവിടെ ഉണ്ട്. നമുക്ക് എന്താണ്
സൈനുദ്ദീൻ സാർ, നമ്മള് സാറിന്റെ ഒരു പിന്നെ എന്താ ഒരു ഗോളാണല്ലോ ഒരു എന്താണ് സൈക്കോളജിക്കൽ പാർക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സാറുമായിട്ട് എന്തെങ്കിലും അതായത് ഒരു കൂടിക്കാഴ്ച നടത്താം. സിബിൽ സാറ് എടുത്തോളും, അപ്പോയിന്റ്മെന്റ് എടുത്തോളും, നമുക്ക് പറയാം ഇൻഷാ അല്ലാ. ഓക്കെ, നമ്മൾ സാറിന്റെ ആ റിസോർട്ടിലേക്ക് ആവാം അല്ലെ? നല്ല സ്ഥലം. സാർ ഒരു നല്ല പാരലലിസം ഉണ്ട് സാർ ഇതിന്റെ പ്രൈസിങ്ങില്. നമുക്ക് സാറിന്റെ വാല്യൂബിൾ ഇത് അഡ്വൈസ് വേണ്ടി വരും. കാരണം നമ്മൾ രണ്ടുപേരും ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. അതായത് ഹോട്ടൽ ബിസിനസ്സും ജ്വല്ലറി ആയാലും അതിന് ഇമോഷണൽ വാല്യൂവും അതിന്റെ പ്രൈസിങ്ങും തമ്മിൽ ഒരു കണക്ട് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ സൈക്കോളജിക്കൽ പാർക്കിന്റെയും. അതിന്റെ വാല്യൂ നിശ്ചയിക്കാൻ സാറിന്റെ ഒരു അഡ്വൈസ് വളരെ ഉപകാരപ്രദമായിരിക്കും എന്നാണ് പറയേണ്ടത്. താങ്ക് യു. അതോടെ ജ്യോതി മാഡം ക്ലോസ് റിമാർക്ക് പറഞ്ഞോളൂ. അപ്പം അപ്പൊ എല്ലാവർക്കും ഇന്ന് ഇവിടെ സന്നിഹിതമായിട്ടുള്ള എല്ലാവർക്കും എനർജൈസർ സബിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ മനോഹരമായ പരിപാടിയിലേക്ക് വിജയകരമാക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം വളരെ ഉപകാരപ്പെട്ടു. അപ്പം എല്ലാ വിശിഷ്ടതികൾക്കും ടീം മെമ്പേഴ്സിനും പിന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വിലപ്പെട്ട ആശയങ്ങളും അനുഭവങ്ങളും എല്ലാം പങ്കുവെച്ച ശ്രീ നിഷിൻ തസ്ലീം സാറിനും, മുഖ്യപ്രഭാഷണം നടത്തിയ ഡോക്ടർ CKRനും, അധ്യക്ഷ പ്രസംഗം നടത്തിയ സൈനുദ്ദീൻ സാറിനും, എല്ലാവർക്കും ആത്മാർത്ഥമായി മാക്കുൽ സർ, എല്ലാവരും ഫൈസൽ സർ, എല്ലാവരെയും വളരെ ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇവിടെ ഇന്ന് തുടക്കം മുതൽ ഉണ്ടായ എല്ലാവരെയും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി സമാപിച്ചതായി ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. മോർ പവർ ടു യു എന്നൊന്ന് പറയണം. മോർ പവർ ടു യു. താങ്ക് യു സിബത്തുള്ള സാർ. താങ്ക് യു സിബത്തുള്ള സാറിനോട് നന്ദി പറയാൻ പറഞ്ഞു. ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ. താങ്ക് യു സർ. സ്പെഷ്യൽ താങ്ക്സ് സിബകത്തുള്ള സാറിന്. ഇനിയും പുതിയ നല്ല ആൾക്കാരെ കൊണ്ടുതരണം. താങ്ക് യു.